ശനിയാഴ്ചകളിലും നമ്മൾ ഓരോ എനർജികള് നമ്മൾ എന്ത് ചെയ്യാണ്, പുതുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ആദ്യം തന്നെ ഞാനൊരു കാര്യം എല്ലാ തവണയും പറയുന്ന പോലെ പറയണം, എല്ലാവരും ഒന്ന് വീഡിയോ മോഡിൽ വരിക. അങ്ങനെ ആകുമ്പോ അറിയാലോ, നമ്മൾ ഇതിന്റെ മെയിൻ റൂൾ അതാണ്. വീഡിയോ മോഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് നമ്മുടെ എനർജി കാര്യങ്ങൾ കിട്ടാനും പിന്നെ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഇരിക്കാനും കഴിയും. എല്ലാവരും ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെ എല്ലാവരും ഒന്ന് വീഡിയോ മോഡിൽ വരിക. സൗണ്ടിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടണേ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഓരോ വീക്കിലി നമ്മളിങ്ങനെ എന്താ പുതുക്കുന്ന ഈ എനർജിയെ നമ്മൾ ഈ ശനിയാഴ്ചയെ നമ്മൾ പുതുക്കാൻ പോവാണ്. അതിന് പ്രത്യേക തരം ഒരു ഇതും കൂടെ ഉള്ള എന്താന്ന് വെച്ചാല് ഇന്ന് റമദാൻ മാസത്തിലെ ഫസ്റ്റത്തെ മോർണിംഗ് കഫേ ആണ്. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം അത് കിട്ടുന്നോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവുക, എന്തായിരിക്കും ഇന്ന് പറയാൻ പോകുന്നത്, എന്തായിരിക്കും ആ എനർജി, അടുത്ത 1 വീക്കില് എനിക്ക് എന്ത് കിട്ടുന്നു എന്നതിനെ കുറിച്ചിട്ട് നിങ്ങളൊക്കെ ഭയങ്കര ഇതായിരിക്കും. മോർണിംഗ് കഫേ സ്ഥിരം കയറുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ടും ഇല്ല, അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് തന്നെ ആയിരിക്കും ഇന്ന് മോർണിംഗ് കഫേയിൽ ഇരിക്കുന്നുണ്ടാവുക. ബിക്കോസ് നമ്മൾ ഇന്നലെ നമ്മുടെ ലിങ്ക് അയക്കുമ്പോൾ അതിൽ തന്നെ മെൻഷൻ ചെയ്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ആ മാസത്തിലെ ഫസ്റ്റ് മോർണിംഗ് കഫേയുടെ എന്തായാലും ഒരു സ്പെഷ്യൽ എനർജിയാണ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് മോർണിംഗ് കഫേയിൽ നമ്മൾ മെയിൻ ആയിട്ട് നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സറണ്ടറൻസ്. സോ ഇന്നത്തെ സെഷനെ എല്ലാവരും മോർണിംഗ് കഫേ അറ്റൻഡ് ചെയ്യുമ്പോൾ സറണ്ടർ ആയിട്ടിരിക്കുക. ഞാനിങ്ങനെ എപ്പോഴും ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾ കുറച്ചും കൂടി ഇതിലോട്ട് ഇരുന്നിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിന്റെ എനർജി കിട്ടാനായിട്ട് പറ്റുള്ളൂ. സോ ഇവിടുന്ന് കിട്ടുന്ന എനർജി, ഇന്ന് കിട്ടുന്ന വെളിച്ചത്തെ നിങ്ങൾ 1 വീക്ക് ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത പുതുക്കലിനായിട്ട് അടുത്ത ശനിയാഴ്ച നമ്മൾ ഇതേ സമയത്ത് കണ്ടുമുട്ടും ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല ബ്ലെസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. റമദാൻ മാസമാണ് വരുന്നത്, സോറി റമദാൻ മാസത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ എല്ലാ ബ്ലെസ്സിങ്സ് ഉണ്ടാവും. ഭക്ഷണം കഴിച്ച് നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ഖുർആനൊക്കെ ഓതിയിട്ടാണ് നമ്മുടെ ഇന്ന് മോർണിംഗ് കഫേ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിന്റെ ഒരു ബ്ലെസ്സിങ് നമ്മൾ മോർണിംഗ് കഫേയിലും ഉണ്ടാവും. ഓക്കെ, പിന്നെ നമ്മളിത് മെയിൻ ആയിട്ട് അറിയാം, നമ്മൾ നിസ്കരിക്കുമ്പോഴും നമ്മൾ പഠിക്കുമ്പോഴും എല്ലാ കാര്യത്തിലും നെയ്യത്ത് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ ഒരുപാട് രീതിയിൽ നമ്മൾ അറിയാലോ, നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇന്നത്തെ രാവിലെ തുടങ്ങുമ്പോൾ തന്നെ മോർണിംഗ് കഫേയിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു നെയ്യത്തോടു കൂടി ഇരിക്കാം. അതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഇനിയും ആവർത്തിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നെയ്യത്ത് എന്ന് പറയുന്നത് എന്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും നമ്മുടെ എനർജിയെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാനും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ്സിനെ മനസ്സിലാക്കാനും പറ്റുന്ന ഒന്നാണ്. സോ ആ നെയ്യത്തോടു കൂടി സറണ്ടർ ആയിട്ട് വേണം നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എല്ലാവരും റെഡി ആണല്ലോ അല്ലെ മൊത്തം മോർണിംഗ് കഫേ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ജോയിൻ ചെയ്തവരൊക്കെ ഒന്നും കൂടി ഞാൻ പറയാണ്, വീഡിയോ മോഡിൽ വരിക. നിങ്ങൾക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ, കുറച്ചും കൂടി ആക്റ്റീവായിട്ട് എനർജി കിട്ടാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് വീഡിയോ മോഡിൽ വരിക. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ലൈഫ് ലോങ് നമ്മളെ ഒരു എന്താ പറയുക, നമ്മുടെ സൈഗോട്ടിന്റെ ജേണിയിൽ നമുക്ക് ഒരുപാട് പേര് ഇതിന്റെ കൂടെ ഭാഗമായിട്ട് നമ്മൾ ഇത്രയും കണ്ടിന്യൂ ചെയ്തു പോകുന്നവരുണ്ട് അല്ല. നമ്മൾ ഇതില് നസീറത്ത് മാം, നസീറ മാം, സുനീറ മാം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്യുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. സോ അപ്പൊ നമ്മൾ ഇന്ന് മോർണിംഗ് തന്നെ നമുക്ക് കേൾക്കാൻ പോകുന്ന സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാം. എല്ലാവർക്കും അറിയണതാണ് നസീറ മാമിനെ, ഞാൻ പുതുതായിട്ടൊന്ന് പരിചയപ്പെടുത്തണം. ഇനി പുതിയ വന്ന ആൾക്കാർക്ക് വേണ്ടി നസീറ മാമിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ ജൈഗോട്ടിന്റെ അണ്ടറിൽ വരുന്ന മോർണിംഗ് കഫേന്റെ എല്ലാ ഞാനൊന്ന് മെസ്സേജ് അയക്കുക പോലും വേണ്ട കേട്ടോ, ഇങ്ങോട്ട് ചോദിക്കും തലേന്ന് മോർണിംഗ് കഫേ ഇല്ലേ, ഇന്ന് സെഷൻ ഇല്ലേ, എന്തോ ഇവിടെ ഡൈനാസ്റ്റിക് സെഷൻ ആയിക്കോട്ടെ, എന്നെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എന്നും കോണ്ടാക്ട് ചെയ്ത് ചോദിക്കുന്ന ഒരാളാണ്. വീട്ടിലത്തെ ഒരാളെ പോലെ കാണുന്ന ഒരാളാണ് കേട്ടോ. അപ്പൊ മാമിന്റെ ഒരു സക്സസ് സ്റ്റോറി ആണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല, നമ്മുടെ കിസിമ ആയിക്കോട്ടെ, മോർണിംഗ് കഫേ, നമ്മുടെ ഹെർ ഡൈനാസ്റ്റി പ്രോഗ്രാം, ഇപ്പൊ നമ്മുടെ റമദാൻ റീസെറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിലും നമ്മൾ നസീറ മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ മാമിന്റെ അത്രയും എന്താ പറയുക സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാൻ വേറെ ആളുണ്ടാവില്ല നമ്മുടെ. അപ്പൊ സോ അതുകൊണ്ട് നമ്മുടെ മോർണിംഗ് കഫേന്റെ അതേപോലത്തെ ഇന്നത്തെ മോർണിംഗ് കഫേയിൽ നമ്മുടെ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നസീറ മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. നസീറ മാം, താങ്ക് യു. നോമ്പായിട്ട് എങ്ങനെയുണ്ട്? അസ്സലാമലൈക്കും. വലൈക്കും. അൽഹംദുലില്ലാ. നോമ്പ് എങ്ങനെയുണ്ട് ഇന്നലെ രാത്രി ഞാൻ എനിക്ക് മെസ്സേജ് അയച്ചല്ലോ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഭയങ്കര എനർജി ആയിട്ടുള്ള, എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ഒരു നോമ്പായിരിക്കും ഇങ്ങനെ ഇത്രയും എനർജി ആയിട്ടുള്ള ഒരു നോമ്പ്. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എനിക്ക് എന്തെങ്കിലും ഒരു ക്ഷീണം ഉണ്ട്? എന്നെ സംബന്ധിച്ച് ഞാൻ 2:45 എണീറ്റതാണ്. ഇത്
പക്ഷെ എനിക്കൊരു ഉറക്കത്തിന്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോന്ന് വെച്ചാൽ ഇല്ല. ഞാൻ അത്രയും എനർജിയാണ്. എനിക്ക് തോന്നുന്നില്ല ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഞാൻ ഇത്രയും ഒരു എനർജിയായിട്ട് ഒരു നോമ്പിനെ ഞാൻ സ്വീകരിച്ചിക്കണോന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പം അതിന്റെ ഫുൾ ക്രെഡിറ്റ് എനിക്ക് തരാനുള്ളത് സൈഗോട്ടിനാണ്. അൽഹംദുലില്ല. അത് അത്ര പിന്നെ എനിക്ക് അത് സ്പിരിച്വൽ മെന്ററിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി. ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് വന്ന ഒരു സമയത്ത് മാമോ തന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഫോണിലൂടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതിലൂടെ എങ്ങനെയെങ്കിലും ക്ലാസ് മുന്നോട്ട് പോവോ എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ ഓരോ മോർണിംഗ് കഫേയിലും ഇരിക്കുമ്പോഴും അതിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി, അത് എത്രമാത്രം ആ ഒരു ശനിയാഴ്ചകളെ കാത്തിരിക്കണത് റജിനക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. ഒരു ശനിയാഴ്ച ക്ലാസ് ഇല്ലാണ്ടിരുന്ന ഭയങ്കര ഒരു ഇതാണ്. അതെന്താ കഴിഞ്ഞ ആഴ്ച ഇല്ലാണ്ടിരുന്നപ്പോ ഞാൻ മാമിന്റെ അടുത്തും റജിനന്റെ അടുത്തും പറയും, ഇതെന്നാ ഒരു വേറൊരു ഇത് നിങ്ങളെ ബുദ്ധിമുട്ടാണ്, യാത്രയാണ്, നിങ്ങളെ ഓരോ കാര്യങ്ങളുമായിട്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് അറിയാമെങ്കിൽ കൂടി വേറൊരു ദിവസം കൂടി അല്ലെങ്കിൽ അതിന്റെ മുന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് ഇതൊന്നും തരണം എന്ന് പറയണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് മനസ്സിൽ. പിന്നെ മോർണിംഗ് കഫേ എന്ന് പറയണത്, മോർണിംഗ് കഫേ ഫസ്റ്റ് മോർണിംഗ് കഫേയിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മളെ സെൽഫിനെ പറ്റിയിട്ടായിരുന്നു ചോദിച്ചിരുന്നത്. നിങ്ങളെ സെൽഫിനെ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ എങ്ങനെയാണ്, വേറെ ആർക്കും വേണ്ടിയിട്ട് ഉള്ള ഉള്ള ആൾക്കാരായിരുന്നോ നിങ്ങള്, അല്ലെ? അങ്ങനെയാണോ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാളാണോ നിങ്ങൾ എന്നുള്ളൊരു ചോദ്യമായിരുന്നു അന്ന് ഫസ്റ്റ് ചോദിച്ചിരുന്നത്. അന്ന് ശരിയാണ്, അന്ന് അങ്ങനെ നമ്മളിങ്ങനെ മനസ്സിലാക്കി ശരിയല്ല, ശരിയാണ്, അത് വേറെ ആർക്കൊക്കെ വേണ്ടിയിട്ട് ജീവിക്കണം നമ്മളൊരാളാണ് എന്നുള്ള ഒരു ഇതാണ്. അങ്ങനെ കുറെ മോർണിംഗ് കഫേകൾ ഇങ്ങനെ കഴിഞ്ഞ് വന്നപ്പം ഓരോ മെഡിറ്റേഷനും കഴിഞ്ഞ്, ഓരോ മെഡിറ്റേഷനും അത്രയും എഫക്റ്റ് ആണ്. എങ്ങനെ പറഞ്ഞാൽ അതിന്റെ ഇത് എനിക്ക് എങ്ങനെ പറഞ്ഞു കേൾക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ഇത് മനസ്സിലാവണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയും എഫക്റ്റ് ആണ്. അത്രയും പോസിറ്റീവ് എനർജി ഒരു ഫോണിലൂടെ കിട്ടുമെന്ന് ചോദിച്ചാൽ, ഞാൻ എത്രയോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഖുറാൻ ക്ലാസ് വേറെയൊക്കെ അറ്റൻഡ് ചെയ്തിട്ടും ഈ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് അത് അത്രയും ഭയങ്കരമാണ്. അത് ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളിലും ഭയങ്കരമായിട്ട് ആ എനർജി എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ അങ്ങനെ അത്രയും മോർണിംഗ് കഫേ അത്രയും എഫക്റ്റീവ് ആണ്. അങ്ങനെ അവിടെ ഇത് തുടങ്ങി കുറെ കഴിഞ്ഞിട്ട് ഒരു മോർണിംഗ് കഫേയില് മാം പറഞ്ഞു, നിങ്ങളെ മോർണിംഗ് കഫേയില് മെഡിറ്റേഷനിൽ പറഞ്ഞു, നിങ്ങളെ സെൽഫിനോട് ഇങ്ങനെ അടുത്ത് നിൽക്കണ പോലെ ഇങ്ങനെ ഒരു ഇത് മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് കറക്റ്റ് എനിക്ക് പറയാൻ എനിക്ക് അറിയെങ്കിലും അന്ന് ഞാൻ അറിഞ്ഞു ഞാൻ എൻ്റെ ആ സെൽഫിനോട് അടുത്ത് വന്ന പോലെ. അന്ന് ഞാൻ എൻ്റെ സെൽഫും ഞാനും, അന്ന് മാം ചോദിച്ചപ്പോ ഒരു ക്വസ്റ്റ്യൻ ചിഹ്നമായിരുന്നു, പക്ഷെ ഇന്ന് ഞാൻ എന്നോട് ചോദിക്കുമ്പം എനിക്ക് അതിന് ആൻസർ ഉണ്ട്, അൽഹംദുലില്ലാ. അതേപോലെ ഞാൻ പ്രീ ട്രെയിനിങ്ങിനായിക്കോട്ടെ ഹെഡ് ഡൈനാസ്റ്റി ആയിക്കോട്ടെ ഓരോ സൈഗോട്ടിന്റെ ഓരോ പ്രോഗ്രാമിലും കയറിയിട്ട് എനിക്കും വേണ്ടിയിട്ട് ഇന്ന് ഞാൻ കയറി. ഇന്നിപ്പോ നോമ്പാണ്. ഇത്രയും കാലം നോമ്പ് എന്ന് പറയുന്നത് നോമ്പാണ്. നോമ്പ് ഞാൻ ഫസ്റ്റ് സ്പിരിച്വൽ മെന്ററിങ്ങിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ മാം ചോദിച്ചു എന്തുകൊണ്ട് ഇതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആത്മവിശുദ്ധിന്റെ ഇതാണ്, നമ്മൾക്കൊരു വിശുദ്ധി നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോഴും മാം പിന്നെ ഫസ്റ്റ് രണ്ടാമത്തെ ഇതിൽ പറഞ്ഞു, എന്താണ് നിങ്ങൾ ഓൾറെഡി അല്ല നമ്മളെ ഹെഡ് ഡൈനാസ്റ്റിന്റെ ക്ലാസ്സിലാ പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി ഇതിന് സെറ്റ് ആണെന്ന്. പക്ഷെ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ചില കാര്യങ്ങളൊക്കെ മാം പറയും, നിങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ അപ്പോഴൊന്നും നമ്മൾ അത് ഇത്ര മനസ്സിലാവലില്ല. പിന്നെ ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് അതിങ്ങനെ മനസ്സിലാവും. ഇന്നലെ ഞാനത് മനസ്സിലാക്കി. എന്താന്ന് വെച്ചാല് സ്പിരിച്വൽ മെന്റർ ക്ലാസ്സിൽ നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഓൾറെഡി അത് സെറ്റ് ആണെന്ന് പറഞ്ഞപ്പോ, ഇന്നലെ ഞാൻ പള്ളി പോയിരുന്നു ഞാൻ ഇങ്ങനെ സമയത്ത് എന്റെ മനസ്സ് ഭയങ്കര ക്ലിയർ ആണ്. ഒന്നുമില്ല. അന്ന് ഫസ്റ്റ് നമ്മളെ ക്ലാസ് ഹെഡ് ഡൈനാസ്റ്റി ആയിക്കോട്ടെ പ്രീ ട്രെയിനിങ് ആയിട്ടോ മാം ഒരു ബൗളിന്റെ കാര്യം പറഞ്ഞിരുന്നു, കുറേ വേസ്റ്റുകളുള്ള ഒരു ബൗളിന്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അതിലേക്ക് എന്തൊഴിച്ചിട്ടും കാര്യമില്ല. പക്ഷെ ഇന്ന് ഇന്റെ ബൗളിലേക്ക് ഒഴിക്കുമ്പോ അത് ശുദ്ധമായ പാലാണ്. അന്ന് മാം നമ്മളോട് പറഞ്ഞത് ആ വേസ്റ്റ് ആയ ആ പാത്രത്തിലേക്ക് എത്ര ശുദ്ധമായ പാൽ ഒഴിച്ചാലും അത് ആ പാല് ചെയ്തായി. പക്ഷെ ഇന്ന് ഞാൻ ഹെഡ് ഡൈനാസ്റ്റി പ്രീ ട്രെയിനിങ്ങിലുള്ള ഓരോ ടൂൾസുകൾ ഉപയോഗിച്ചിട്ട് എന്റെ മനസ്സ് ഭയങ്കര ക്ലിയർ ആണെന്ന് വെച്ചാൽ ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനോടും എനിക്കൊരു ദേഷ്യമോ വാശിയോ ഒന്നുമില്ല. ഭയങ്കര എനിക്ക് ഇത്ര പ്രൗഡായിട്ട് പറയാൻ പറ്റും ഞാൻ ആ ഒരു ഇതാണെന്ന്.
ഇനി അതിന്റെ ഓരോ ടൂളും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് ഞാൻ ഇന്ന് അത് ഭയങ്കര എന്ത് സന്തോഷാന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്റെ ഒരു ജ്യേഷ്ഠത്തിന്റെ മകളെ ഞാന് സ്പിരിച്വൽ മെന്ററിങ്ങിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഒരു ഖുറാൻ ക്ലാസ്, ഒരു സ്പിരിച്വൽ മെന്ററിംഗ്, റമലാൻ സ്പിരിച്വൽ മെന്ററിംഗ് എന്നുള്ളതിലല്ലേ വെച്ചില്ലേ. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് വിളിച്ചു. ഇന്നലത്തെ സ്പിരിച്വൽ മെന്ററിംഗ് ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ അടുത്ത് വിളിച്ചു. ഷാഹിന എന്നാ അവരെ പേര്. ഷാഹിൻ താ, എങ്ങനെയുണ്ട് ക്ലാസ്? നിങ്ങൾക്ക് അത് മനസ്സിലാവുണ്ടോ? ചിലപ്പോ അത് പെട്ടെന്നൊന്നും നമുക്ക് ഫസ്റ്റ് ക്ലാസ് കയറുമ്പോ നമുക്കൊരു കിളി പോയൊരവസ്ഥയായിരുന്നു. ഇതെന്താ മാം പറയണേ, മാം പഠിക്കുന്നാ മതി, ഇതൊക്കെ മനസ്സിലാവും, കുറച്ചു കാലം കഴിഞ്ഞാൽ കിട്ടിക്കോളും. എന്നാൽ അൽഹംദുലില്ലാ അത് നമ്മൾ കിട്ടിയിട്ട് ആ ഒരു സന്തോഷത്തിലായിരിക്കണേ. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, താത്ത എന്താ നിങ്ങളെ അവസ്ഥ, എങ്ങനെയുണ്ട്? അപ്പൊ ഫസ്റ്റ് മോർണിംഗ് ഇതേപോലെ ഞാൻ ഒരു മോർണിംഗ് കഫേന്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് അവർ കയറിയിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര എനർജി ആയിരുന്നു. ആ മോർണിംഗ് കഫേയിൽ ഇരുന്നിട്ട് എനിക്ക് ഭയങ്കര എനർജി ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്ക് അതിന്റെ ഇടയിൽ എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മളോരോ പിന്നെ കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നാലും അപ്പൊ ഞാൻ ചോദിച്ചു, സ്പിരിച്വൽ മെന്ററിങ്ങോ സാധാ ഒരു ഖുറാൻ ക്ലാസ് ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കയറേണ്ട, സ്പിരിച്വൽ മെന്ററിങ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അൽഹംദുലില്ലാ ഇപ്പം ഭയങ്കര സംതൃപ്തി ഉണ്ട്, അവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചിരുന്ന ചോദ്യങ്ങളിലേക്കുള്ള ഉത്തരങ്ങളാണ് എനിക്ക് അതിന് കിട്ടിക്കൊണ്ടിരിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. ഞാൻ കാരണം ഒരാളെ ഈ ഒരു പാത്തിലേക്ക് കൊണ്ടുവരാന്ന് പറയുമ്പോൾ ഭയങ്കര അൽഹംദുലില്ലാ ഞാൻ കാരണം. ഇപ്പൊ മാം പറയും പ്രാർത്ഥിക്കണ്ട, എനിക്കത് കിട്ടിക്കോളും. അതേപോലെ അവര് പ്രാർത്ഥിക്കണ്ട, അവരാ ഒരു പാത്തിലേക്ക് കൊണ്ടുവന്നതിന് എനിക്ക് കിട്ടിക്കോളും എന്നുള്ള ഒരു സന്തോഷം അൽഹംദുലില്ലാ. അതുപോലെ ഓരോരോ കാര്യങ്ങളായാലും ചില സംഗതികൾ നമ്മൾക്ക് ഇങ്ങനെ പറയുന്ന സമയത്ത്, മാം പറയുന്ന സമയത്ത്, അതേപോലെ മാം നല്ലൊരു ചോദ്യം ചോദിച്ചു, ഇതൊക്കെ നമ്മൾക്ക് മദ്രസന്ന് പഠിപ്പിച്ചു തന്നിരുന്നെങ്കിൽ എത്രമാത്രം നമ്മൾക്ക് നന്നാവുമായിരുന്നു അല്ലേ? അതേ ആ ഒരു ക്ലിയർ ആയിട്ട് നമ്മൾക്ക് അതിലേക്ക് നമ്മൾ ആ ഒരു ഭാഗം എന്താ വെച്ചാൽ നമ്മളെ ശുദ്ധി ചെയ്തു, ക്ലെൻസ് ചെയ്ത് ക്ലിയർ ചെയ്ത് നമ്മൾ ആ ഒരു ടൂൾസും കാര്യങ്ങളും വെച്ച് നമ്മൾ ക്ലെൻസ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം അവിടേക്ക് പിന്നെ ഒക്കെ ഒഴിക്കണൊക്കെ ശുദ്ധാണ്. പിന്നെ അതേപോലെ ഇതിന് തരണ വിസ്ഡംസ്, ഇപ്പൊ എന്നെ സംബന്ധിച്ച് എത്രയോ ഖുർആൻ ക്ലാസ് കേൾക്കണു. ഞാനൊരു മുസ്ലിമാണ്. ഏറ്റവും അതിൽ ഫസ്റ്റ് അള്ളാലുള്ള വിശ്വാസം. അള്ളാലുള്ള വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ഞാൻ അള്ളാനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹു നമ്മളെ കണ്ടനാടിയേക്കാൾ അടുത്താണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്നേ വരെ ആ ഒരു ലെവലിൽ പ്രാർത്ഥിച്ചണോന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് എന്റെ ഓരോ പ്രാർത്ഥനകൾക്കും അത്രയും അർത്ഥവത്തായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതേപോലെ ഇന്നലെ മാം വീഡിയോ ചെയ്തു. അതിൽ പറയുന്നുണ്ട് നമ്മളെ മനസ്സിന് സമാധാനം ഉണ്ടാവണമെങ്കിൽ പഠിച്ചവരുള്ള സ്മരണം മാത്രമാണെന്ന്. നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട്, എത്രയോ ഖുർആൻ ക്ലാസ്, എത്രയോ വലിയ വലിയ ആളുകളെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ അതിന്റെ ആ ഒരു ഇതോടെ നമ്മൾ കേൾക്കാന്ന് പറഞ്ഞ മാമിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ഒരു ഇത് എന്താ പറയാന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. അത്രയും അൽഹംദുലില്ലാന്ന് എനിക്ക് പഠിച്ചവന്റെ അടുത്ത് പറയുന്നുള്ളൂ. അതേപോലെ ഞാന് ഞാൻ ഇപ്പൊ ഒരു അൽഹംദുലില്ലാ എല്ലാ ഒരു കാര്യത്തിനും അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരാളായിട്ട് മാറിയിട്ടുണ്ട്. എന്തൊക്കെ ജീവിതത്തിൽ വന്നാലും അവിടൊക്കെ ഞാൻ അതേപോലെ ഇതൊക്കെ ഒന്നും വെറുതെ അല്ല, ഇതൊക്കെ ഫസ്റ്റേ പഠിച്ചവൻ എഴുതി വെച്ചതാ. ഇതൊക്കെ നമ്മൾക്ക് ഓരോ റീസൺസ് അങ്ങനെ ഇതിലേക്ക് എത്താം. എന്ത് കാര്യം ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അവിടെ പഠിച്ചോനുള്ള സ്മരണ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് ഒക്കെ അൽഹംദുലില്ലാ എന്ന് പറയാം. അതൊക്കെ അപ്പൊ അത്രയും നമ്മൾ ആലോചിച്ചാൽ പിന്നെ നമുക്ക് അവിടെ ടെൻഷൻസും ഇല്ല. ടെൻഷന് വരും, മനുഷ്യനാണ്, ടെൻഷന് വരും. അത് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് വരും. അത് നമ്മൾ എന്തെങ്കിലും ഒരു പഠിച്ചവൻ അതിനുള്ള ഒരു മാർഗം കാട്ടിത്തരും, ശരിയാവും, എല്ലാം ഉണ്ടാവും അൽഹംദുലില്ലാ. അപ്പൊ അതൊക്കെ എനിക്ക് ഈ ഒരു ക്ലാസ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയാണ്. ഞാൻ എങ്ങനെയാ ഈ ഒരു സൈക്കോഡിനോട് നന്ദി പറയാന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ റജിന വയ്യ പറഞ്ഞു. ഞാന് തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് എനിക്ക് ആ ഓർമ്മ വന്നു. ഞാൻ സുബഹി നിസ്കരിക്കുന്ന സമയത്ത് മാം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കുറെ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരണേ, നിങ്ങൾക്കും വേണം ഒരു ആരോഗ്യവും മനസ്സും എല്ലാം വേണം. അപ്പൊ അതിലേക്ക് വരാനുള്ള ഓരോരുത്തർക്കും എല്ലാ ആരോഗ്യവും ആയുസ്സും ഒക്കെ ഉണ്ടാവട്ടെ എന്നുള്ള ഒരു നിറഞ്ഞ മനസ്സോടുള്ള ഒരു പ്രാർത്ഥന ഉണ്ടാവൂലേ. അതേപോലെ എനിക്ക് പറയാൻ എന്താ പറയാ, ഫസ്റ്റ് ഒക്കെ ഈ നമ്മളെ പ്രീ ട്രെയിനിങ് ക്ലാസ്സുകൾ പറയുന്ന സമയത്ത് ഞാൻ ഈ ഒരു പ്രാർത്ഥന സമയത്ത് നമ്മളെ ഹൃദയം എന്ന് പറഞ്ഞ ഒരു സാധനം ഇവിടെ ഒരു പോസിറ്റീവ് എനർജി ഈ ക്ലാസ് എന്ന് വരുമ്പോ ഇവിടെ ഇങ്ങനെ നിറയണ പോലെ ഒരു ഫീൽ എനിക്ക് തോന്നലുണ്ട്. ഭയങ്കരമായിട്ട് ഈ ആ ഒരു ക്ലാസ് തന്നെ ഒരു പോസിറ്റീവ് എനർജി ഇവിടെ ഇങ്ങനെ നിറയണ പോലെ ഒരു ഫീലിംഗ്, അത് നിറഞ്ഞു കവിഞ്ഞ് നമ്മളത് പുറത്തുള്ള ആളുകൾക്കും കൂടി കൊടുക്കുമ്പോൾ അത് ഭയങ്കര ഒരു പോസിറ്റീവ് ആണല്ലോ.
ഭയങ്കരമായിട്ട് പറയാൻ വാക്കുകളില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അൽഹംദുലില്ലാ, ഇതില് എന്റെ ഈ വാക്കുകൾ കേൾക്കണ ഓരോരുത്തരും പഠിച്ചോനെ ഈ മോർണിംഗ് കഫേ ആയിക്കോട്ടെ, ഈ മോർണിംഗ് കഫേ എന്ന് മനസ്സിലാക്കിയിട്ട് ഹെർഡൈനാസ്റ്റിയിലും വേറെലേക്കും വരണം. നമ്മൾ നമ്മളെ ജീവിതത്തെ ഏറ്റവും നന്നായിട്ട്, ഇത് നമ്മൾക്ക് മാത്രല്ല, ഇത് പറയും നമ്മൾ ആദ്യം ശരിയാക്കി ഉണ്ടാക്കി പിന്നെ അത് നമ്മളെ കുടുംബം, സമൂഹം എല്ലാത്തിലേക്കുമുള്ള നന്നാവാനുള്ള ഒരു വഴിയാണ്. ഇൻഷാ അല്ലാ മാമിനും എല്ലാവർക്കും ഇതിന്റെ ബാക്കിൽ പ്രവർത്തിക്കണ എല്ലാവർക്കും ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോവാനും എല്ലാത്തിനും കഴിയട്ടെ എന്നുള്ള ഒറ്റൊരു പ്രാർത്ഥനയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം. നസീറ മാം, ഇത്രയും പറഞ്ഞ നിങ്ങളുടെ സക്സസ് ഞാൻ വന്നപ്പോ തൊട്ടിട്ട് മാം ഇതിൽ മെമ്പറാണ്. എന്നേക്കാൾ നന്നായിട്ട് സൈക്കോട്ടിനെ അറിയുന്നത് നസീറ മാമിനുണ്ട്. സോ ഞങ്ങള് മാമിനെ ഇത്രയും വർഷത്തെ ഒരു, അല്ലെങ്കിൽ ഇത്രയും മാസത്തെ ഈ ഒരു എനർജി ഇനിയുള്ള മോർണിംഗ് കഫേയിൽ മാമിന് കിട്ടട്ടെ. മോർണിംഗ് കഫേ എന്ന് മാത്രമല്ല, സൈക്കോട്ടിന് എന്ത് പ്രോഗ്രാമിന് മാം ജോയിൻ ചെയ്യുന്നു, എന്ത് ഇന്റൻഷനോട് കൂടിയാണോ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്, അതെല്ലാം റാഹത്തായിട്ട് മുന്നോട്ട് പോട്ടെ. ഇനി ഇതേപോലെ തന്നെ എല്ലാ മോർണിംഗ് കഫേയിലും എന്നെക്കായി മുന്നേ ലിങ്ക് ചോദിച്ചിട്ട് മാം ഇനിയും വരട്ടെ. ശരി എന്നാ, ആയിക്കോട്ടെ മാം, താങ്ക് യു സോ മച്ച്. ആയിക്കോട്ടെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ മോർണിംഗ് കഫേന്റെ മാം വെയിറ്റിംഗ് ആണ്. ഷംലിക്കാൻ, അപ്പൊ നമ്മുടെ അടുത്ത നിങ്ങൾ സെക്ഷനിലോട്ട് കിടക്കാം. എല്ലാവരും ആദ്യം തന്നെ ഞാനൊരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, സറണ്ടർ ആയിട്ടിരിക്കുക. രണ്ടാമത്തത് നിയത്തോടു കൂടി ഇരിക്കുക. പിന്നെ എല്ലാവരും വീഡിയോ മോഡിൽ വരിക, അത് നിർബന്ധമാണ്. ഇനി മാമിനെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കരുത്. സോ എല്ലാവരും വീഡിയോ മോഡിൽ വരിക. അപ്പൊ ശരി എന്നാ. Okay, thank you so much, Shreya. So, very good morning. റമദാനായിട്ട് നിങ്ങളെ ഗുഡ് മോർണിംഗിന് ഒരു ഷെയർ ഇല്ലാത്തതുണ്ടോ? ഇല്ല. ഓക്കെ, സ്ട്രേറ്റ്. സോ വൺസ് അഗെയിൻ വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഇരിക്കും. നസീറ മാമിന്റെ ഒരു സക്സസ് സ്റ്റോറി ഷെയറിംഗ് ഒക്കെ കേട്ടിട്ട് ഇനിയിപ്പോ എന്താ പറയാനുള്ളത്, ഇനി എന്താ കിട്ടാനുള്ളത് എന്നുള്ള ഒരു ഫീലിംഗിലായിരിക്കും ഇരിക്കുന്നുണ്ടാവാം. അപ്പം ഇന്നെന്ന് പറയുന്നത് നമുക്കറിയാലോ, അതൊരു ബ്ലെസ്ഡ് ഡേ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് റമലാൻ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ മോർണിംഗ് കഫേ ആണ്. കഴിഞ്ഞ മോർണിംഗ് കഫേന്റെ ഡേ സൈഗോട്ടിന്റെ ചരിത്രത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ദിവസമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വരാൻ വേണ്ടി പറ്റിയില്ല. പെട്ടെന്നായിരുന്നു നമുക്ക് കഴിഞ്ഞ മോർണിംഗ് കഫേ നമുക്ക് പറ്റാതിരുന്നത്. അത് കുഴപ്പമില്ല, നമുക്ക് ഇന്നുണ്ടല്ലോ, കുഴപ്പമില്ല. പിന്നെ മോർണിംഗ് കഫേയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും നിങ്ങൾ റമലാന്റെ തൊട്ട് മുമ്പത്തെ മോർണിംഗ് കഫേ എന്ന് പറയുമ്പോൾ റമലാനിലേക്കുള്ള ആ ഒരു ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങള് ഇപ്പം നസീറ മാം സൂചിപ്പിച്ചല്ലോ, അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന വേർഡ്, അതായത് ഇവിടെ ഇരുന്നവർക്കൊരു പ്രത്യേക ഒരുക്കത്തിന്റെ ആവശ്യമില്ല. കാരണം തസ്കിയത്തോടുകൂടെ റമലാനെ സമീപിക്കുക എന്ന് പറയുന്നതിനേക്കാളും വലിയ റമലാൻ ഇപ്പൊ വേറെ എവിടെ കിട്ടാനുള്ളത്? അതായത് ഹൃദയം ശുദ്ധീകരിക്കുക. ഹൃദയം ശുദ്ധീകരിക്കാണ്ട് റമലാൻ അല്ല ലോകത്തൊന്നിനെ സമീപിച്ചിട്ട് ഒരു കാര്യമില്ല. സോ പഠിച്ചോനും നമ്മളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വലിയ ഒരു രസം ഉണ്ടായിരിക്കില്ല, ഒരു ഗുണം ഉണ്ടായിരിക്കില്ല. ലൈക്ക് നമ്മളെ കുട്ടി നമ്മളോട് സംസാരിക്കുന്നത് എന്താന്ന് പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല, അത് നമ്മൾ കുട്ടീനെ ചീത്ത അറിയാൻ പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ ഉള്ളിലെ കാലാകാലത്തേക്ക് ഉമ്മ എന്ന് പറയുന്ന ഒരു ഇമേജ് ഭയങ്കര വിയേർഡായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. സോ ഇതേപോലെ തന്നെയാണ് നമ്മളെ സൃഷ്ടാവും, എല്ലാം കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇരിക്കുന്ന സ്റ്റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായി നടക്കാൻ നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ പ്രോഗ്രാംസിൽ, അതായത് ഇപ്പൊ മോർണിംഗ് കഫേ നമ്മൾ വീക്ക്ലി വൺസ് ആണെങ്കിൽ, പക്ഷെ ഈ ഹൃദയ ശുദ്ധീകരണം, ആത്മ സംസ്കരണം എന്നൊക്കെ പറയുമ്പോൾ സാധാരണ എല്ലാവരും റമലാനിലേക്ക് ഇങ്ങനെ നിന്നിട്ട് 11 മാസം എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് പിന്നത്തെ ഒരു മാസത്തേക്ക് ഇങ്ങനെ ആലോചിച്ച് സെറ്റ് ആവാൻ വേണ്ടി പണിയെടുക്കുന്നു. പക്ഷെ അപ്പൊ എന്തുണ്ടാവുന്നു, കഴിഞ്ഞ 11 മാസമായിട്ട് നമുക്കുള്ള കമ്മിറ്റ്മെന്റ് ഒന്നും റമലാനിൽ പ്രത്യേകിച്ച് പോകുന്നില്ല. കോളേജിൽ പോകേണ്ടവർക്ക് കോളേജിൽ പോകേണ്ടി വരും, വർക്കിന് പോകേണ്ടവർക്ക് വർക്കിന് പോകേണ്ടി വരും, വീട്ടിലത്തെ ജോലിയൊന്നും കൂടാന്നല്ലാണ്ട് കുറവുണ്ടാവില്ല ഒരു കാര്യത്തിലും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മാസത്തേക്ക് എങ്ങനെയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കൂല. അപ്പോൾ ഇത് ലൈഫ് ലോങ് വേണ്ട ഒരു കാര്യം കൂടിയാണ്.
അല്ലെ? നമ്മൾ പറയും സക്കാത്ത് എല്ലാവരും കൊടുക്കൽ എപ്പോഴാ? റമദാൻ മാസത്തിൽ. എന്തിനാ റമദാൻ മാസത്തിൽ മാത്രം സക്കാത്ത് കൊടുക്കുന്നത്? ആക്ച്വലി റമദാനിൽ കൊടുക്കുമ്പോൾ കുറച്ച് കൂലി കൂടുതൽ കിട്ടുന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, സക്കാത്ത് എന്ന് പറയുന്നത് റമദാൻ മാസത്തിൽ മാത്രം കൊടുക്കാനുള്ള സംഭവമാണെന്നുള്ളത്. സക്കാത്ത് എപ്പോഴും കൊടുക്കാം. സോ ഇതേപോലെ എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ആ ഹൃദയശുദ്ധിയോടുകൂടെ ചെയ്യണം എങ്കിൽ ഒരു റമലാനെ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് റമലാൻ എത്തുന്നതിന് മുമ്പേ നമ്മൾ ആ സ്റ്റേറ്റ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ നമുക്ക് രണ്ട് തരം ആളുകളുണ്ട്. അതായത് പെയ്ഡ് ആയിട്ട് എല്ലാ പ്രോഗ്രാമിലും വരുന്നവരുണ്ട്, അതേപോലെ തന്നെ ഫ്രീ സെഷനിൽ മോർണിംഗ് കഫേയിൽ മാത്രം വരുന്നവരുണ്ട്. ബട്ട് എന്തായാലും നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് അറിഞ്ഞിട്ടുണ്ടാവും. അതായത് ഇതിൽ വന്നതിന് ശേഷം നിങ്ങൾ റമലാനിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു അതെല്ലാവർക്കും ഉണ്ടാവും. കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനത്തെ ഒരു റമലാൻ എങ്ങനെയാണ് അതിന് നന്ദി പറയാന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആക്ച്വലി അത് എനിക്കങ്ങനെ വലിയ ക്രെഡിറ്റ് ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വന്ന് ഷെയർ ചെയ്ത് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഉൾക്കൊള്ളാൻ എടുത്ത തീരുമാനം നിങ്ങളുടേതാണ്, ഇവിടെ വന്ന് ഇരിക്കാൻ എടുത്ത തീരുമാനം നിങ്ങളുടേതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദിസ് റമലാൻ ഷുഡ് ബി എ വെരി ഡിഫറെന്റ് റമലാൻ ഫോർ യു എവ്രി വൺ. അതായത് നിങ്ങൾക്കത് വളരെ ബെനിഫിറ്റ് ആയിരിക്കും എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലൊക്കെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. കാരണം അത് ഉള്ളിൻ്റെ ഉള്ളിലാണ്. ഇവിടെ കൊടുത്തതൊക്കെ സോളിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആത്മാവിന്റെ വിശപ്പും ദാഹവും അടയുന്ന സമയത്താണ് നമ്മൾ ശരിക്കും ആ ഒരു ബെസ്റ്റ് വേയിൽ ഇരിക്കുന്നുണ്ടാവുക. അപ്പോ ഇന്ന് നമ്മളെ പുതിയ ജേണി, അതായത് ഓരോ ദിവസവും നമുക്ക് പുതുക്കലാണ് അല്ലെ? ഇന്നലത്തെ ദിവസത്തെ പോലെ ആവരുത് നമുക്ക് ഇന്നത്തെ ദിവസം. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നിങ്ങളെ ലൈഫിൽ എന്തുകൊണ്ട് വലിയ ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല? കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നിങ്ങളെ ലൈഫിൽ എപ്പോഴും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, തികട്ടി വന്നുകൊണ്ടിരിക്കുന്നത്. റീസൺ എന്താ? നിങ്ങൾ എല്ലാ ദിവസവും ഒരേപോലെ തന്നെ, എല്ലാ ദിവസത്തിനും പ്രത്യേകിച്ച് വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ഒന്നോ രണ്ടോ റൊട്ടീൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വല്ല കല്യാണോ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുന്നു, അതിലേക്കുള്ള ഒരുക്കങ്ങൾ വരുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ലൈഫ് ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആസ് എ പേഴ്സൺ, ആ ഇൻഡിവിജ്വൽ നിങ്ങളെ ലൈഫിൽ പ്രത്യേകിച്ച് വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. നിങ്ങളെ മൈൻഡ് സെറ്റിന് ഒരു മാറ്റവും വന്നില്ല. അന്നും ഇന്നും ഒരേ മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഇന്നിവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഡെയിലി നിങ്ങളെ തോട്ട്സ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇന്നലെ താളേ ആയിരിക്കൂല നിങ്ങൾ. അതായത് ഓരോ ദിവസവും നിങ്ങളുടെ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നു. നിങ്ങൾ എത്രയോ വർഷങ്ങളെ സമ്പാദിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് വർഷങ്ങൾ എടുത്തിട്ട്, കോടാനുകോടി മനുഷ്യർക്ക് വർഷങ്ങൾ എടുത്തിട്ട് കിട്ടേണ്ട റിയലൈസേഷൻസ് സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾ എടുത്തിട്ട് 1000മോ 2000മോ വർഷം നമ്മൾ കുറക്കുകയാണ്. സത്യത്തില് ജീവിതത്തില് ഭൂമിയിൽ ജീവിച്ചു എന്നതിന് വേർത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ പുതുക്കലിന്റെ, അതായത് ഇത്രയും കാലമുള്ള ആ ഒരു പുതുക്കൽ ഒന്നും കൂടി നമ്മളൊരു അടിപൊളിയായിട്ട് പുതുക്കാം ഇന്നത്തെ മോർണിംഗ് കഫേയിൽ. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് കഫേ എന്ന് പറയുമ്പം സാധാരണ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതലായിരിക്കും ഇന്നത്തെ ഒരു ആക്സസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് പോവാം. അതിന്റെ മുമ്പായിട്ട് എനിക്കറിയാം ഇവിടെ പിള്ളേർ ഇങ്ങനെ ആലോചിച്ചു, മെഡിറ്റേഷൻ ഇതെന്താ മെഡിറ്റേഷൻ, ഇത് മെഡിറ്റേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. റെഡി ആണെങ്കിൽ ഒന്ന് ഇങ്ങനെ ആക്കൂ. Okay, fine. So let's go meditation. കണ്ണുകൾ അടച്ച് വളരെ കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കാം. നിങ്ങളുടെ ബോഡി ചില കാര്യങ്ങളെ കുറിച്ച് അവെയർ ആണെന്ന് ഉറപ്പുവരുത്താം. ജസ്റ്റ് നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ ബോഡിയിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾ ഇരിക്കുന്ന ഭാഗം നിങ്ങളുടെ ശരീരം കൊണ്ടൊന്ന് ഫീൽ ചെയ്യാം. നിങ്ങൾ ഇരിക്കുന്നത് ഏത് അവസ്ഥയിലായി കഴിഞ്ഞാലും ഇറ്റ്സ് ഓക്കെ ആണ്, ഇതെല്ലാം ഓക്കെ ആണ്. ഈവൻ നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ പോലും ഓക്കെ ആണ്.
എല്ലാം ഓക്കെയാണ്, ഭയങ്കര കാമാണ്. നിങ്ങളിപ്പോ എങ്ങനെയാണോ അതാണ് ഇവിടെ ഓക്കെ. ജസ്റ്റ് അക്സെപ്റ്റ്. സോ ജസ്റ്റ് ആ ബോഡി ഒന്ന് ഫീൽ ചെയ്യാം. ജസ്റ്റ് നിങ്ങളുടെ 2 കൈകൾ കൊണ്ടും മേലൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. 2 കൈകൾ കൊണ്ടും ജസ്റ്റ് കൈയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. ആൻഡ് ടെമ്പറേച്ചർ, നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ടെമ്പറേച്ചറിനൊന്ന് ഫീൽ ചെയ്യാം. നെക്സ്റ്റ് നിങ്ങളുടെ ശ്വാസത്തെ ഒന്ന് ഫീൽ ചെയ്യാം. നിങ്ങളെ വഹിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ വികാരങ്ങളെ വഹിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ സകല എക്സ്പീരിയൻസിനെ വഹിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ ശ്വാസം ഒന്ന് ഫീൽ ചെയ്യാം. ആ ശ്വാസം ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുള്ളിലേക്ക് ആ ശ്വാസം കടന്നു വരും. ആ ശ്വാസത്തെ ഒന്ന് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ജീവിച്ച, നിങ്ങളുടെ പാരൻസ് കൂടെയുള്ള, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുള്ള അവരുടെ എല്ലാം സ്വപ്നങ്ങളെയും സന്തോഷങ്ങളെയും സ്നേഹത്തെയും ഒക്കെ വഹിച്ച ദ സെയിം എയർ ആണ് നിങ്ങൾ കൂടി ശ്വസിക്കുന്നത്. നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുള്ള മനുഷ്യര്, അകാലത്തിൽ പോയ മനുഷ്യര്, അവരുടെ ഒക്കെ ആ ഒരു ഓറ നിലനിന്നിരുന്ന ഭൂമി, അവരുടെ ഒക്കെ സ്വപ്നങ്ങൾ ബാക്കിയായിട്ടുള്ള ആ എയർ, ആ ശുദ്ധമായ വായു, നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരുപാട് മരങ്ങളുടെ ഏറ്റവും പ്യുവറായിട്ടുള്ള എനർജി വഹിക്കുന്ന, പ്രകൃതിയുടെ എല്ലാ രഹസ്യങ്ങളെയും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആ അമൂല്യമായ ശ്വാസത്തെ നിങ്ങൾക്കൊന്ന് ഉള്ളിലേക്ക് എടുക്കാം. വാ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ. ആ ശ്വാസം ഒന്ന് നന്നായിട്ട് ഫീൽ ചെയ്യും. ഓരോ തവണ നിങ്ങൾ ശ്വാസം എടുക്കുന്ന സമയത്തും നിങ്ങൾക്കുള്ളിലേക്ക് കടന്നു വരുന്ന അൺകൗണ്ടബിൾ ആയിട്ടുള്ള പോസിറ്റീവ് എനർജി നിങ്ങൾക്കൊന്ന് ഫീൽ ചെയ്യാം. ലെറ്റ്സ് ടേക്ക് എ ബ്രീത്ത് ടുഗെദർ. ബ്രീത്ത് ഇൻ. Just a few seconds, hold on and breathe out very slowly. ഓരോ തവണ ശ്വാസം എടുക്കുന്ന സമയത്തും the most needed positive vibration along with your ancestral prayers, നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾ, നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ പ്രാർത്ഥനകൾ, the pure blessings from your teachers, your friends, your family, നിങ്ങളിൽ നിന്ന് ഏറ്റവും വേണ്ടപ്പെട്ട ആരൊക്കെയോ മരണപ്പെട്ടു പോയിട്ടുണ്ടോ, അവരുടെയൊക്കെ ആ ഒരു പ്യുവർ ബ്ലെസ്സിങ്സ്, ഹൃദയം തട്ടിയുള്ള പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളെ കൂടി വഹിച്ച കാറ്റിനെ നിങ്ങൾ ശ്വസിക്കുന്നു എന്നുള്ള ഇന്റൻഷൻ കീപ്പ് ചെയ്യാം. സോ when you are inhaling an ancestral air, it opens a new pathway, ഒരു പുതിയ ലോകം, ഉള്ളിൻ്റെ ഉള്ളിലെ ആന്തരിക ലോകത്ത് വളരെ വിശാലമായ അനുഗ്രഹത്തിന്റെ ഒരു ലോകം കൂടി നിങ്ങൾ തുറക്കുകയാണ്. ആൻഡ് ദ ഹൈസ്റ്റ് എനർജി നിങ്ങളുടെ ഓരോ കോശങ്ങളിലേക്കും പടർന്ന് പന്തലിക്കുന്നുണ്ട്. എ ഫ്ലോ ഓഫ് prayers, the highest flow of prayers. So ആ പ്രാർത്ഥനകള്
കുഞ്ഞുനാള് മുതൽ നിങ്ങൾ കേട്ടിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകള്, എന്റെ കുട്ടി ഏറ്റവും നല്ല കുട്ടിയാവും, ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും. ജസ്റ്റ് ഒരു കുഞ്ഞായിരുന്നപ്പോ കേട്ടത്, ഈ നിമിഷങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഈവൻ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചത്, ആ പ്രയാസനൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. നിങ്ങളോട് ബ്ലെസ്സിങ്സ് പറഞ്ഞവരുടെ മുഖം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. എന്നെ ഒന്ന് ബ്ലെസ് ചെയ്തിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചവരെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ആൻഡ് ദ ഹോൾ ക്രൂ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ഈ ഭൂമിയില് കാത്തിരിക്കുന്നതായിട്ട് നിങ്ങളോട് പറയുന്നതായിട്ടൊന്ന് ഫീൽ ചെയ്യാം. ആരൊക്കെയോ ബാക്കി വെച്ച ദൗത്യങ്ങളെ വളരെ മനോഹരമായിട്ട് ഏറ്റെടുക്കാനുള്ള ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു ഫീലിങ്ങിനെയും ഡീകോഡ് ചെയ്യാം. And the bundle of all of your prayers, ആ പ്രാർത്ഥനകളുടെ കൂടാരത്തിൽ നിന്ന്, ആ ബ്ലെസ്സിങ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അനിർവചനീയമായ ഈ ഒരു എനർജീനെ നിങ്ങളുടെ സകല ഇന്റേണൽ ഓർഗൻസും വലിച്ചെടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഫീൽ ചെയ്യാം. നിങ്ങൾക്കുള്ളിൽ, നിങ്ങളുടെ ആന്തരിക അവയവങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അസുഖങ്ങളോ ഉണ്ടെങ്കിൽ, ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അനുഗ്രഹം കൊണ്ട്, കാരുണ്യം കൊണ്ട്, സ്നേഹം കൊണ്ട് ഹീൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ആ സ്നേഹം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു റേ ആയിട്ട്, ഒരു ലൈറ്റ് ആയിട്ട്, ഒരു പ്രകാശ കിരണമായിട്ട് നിങ്ങളുടെ ഓരോ ഇന്റേണൽ ഓർഗൻസിലും വളരെ ക്യുക്കായിട്ട് വന്ന് പതിച്ച് ഇൻസ്റ്റന്റ് ആയിട്ട് ഫിക്സ് ചെയ്തതായിട്ട് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ഹാർട്ട്, നിങ്ങളുടെ ലങ്സ്, കിഡ്നി, പാൻക്രിയാസ്, ഡിയോഡിനം, ഗാൾ ബ്ലാഡർ, liver, small intestine, stomach, large intestine, your blessed ovaries, uterus, internal muscles, internal veins, അങ്ങനെ എന്തൊക്കെയുണ്ടോ നിങ്ങൾക്കുള്ളിൽ, ഏതെല്ലാം ഗ്ലാൻഡുകൾ ഉണ്ടോ, ഏതെല്ലാം സെക്രീഷൻസ് ഉണ്ടോ, എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ, ഇതെല്ലാം ആ ഗ്രേറ്റസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ഓഫ് ദ റഹ്മത്ത് കൊണ്ട് വളരെ ക്യുക്കായിട്ട് ക്യൂർ ചെയ്യുന്നതൊന്ന് ഫീൽ ചെയ്യാം. വെരി ഗുഡ്. ഇറ്റ്സ് റിയലി നൈസ്. You're doing great.
ആൻഡ് മെല്ലെ ദ ഔട്ടർ പാർട്ട്, നിങ്ങളുടെ കവറിങ്സ്, നിങ്ങളുടെ സ്കിൻ, നിങ്ങളുടെ ഹെയർ, നിങ്ങളുടെ നെയിൽസ്, ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും ഒന്ന് കണ്ണോടിച്ച് ഫീൽ ചെയ്യാം. ആൻഡ് ഓരോ ഇടത്തും ആ വെളിച്ചത്തിന്റെ പ്രകാശം ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യാം. Your whole body shining. You are becoming more and more beautiful. നിങ്ങളുടെ സൗന്ദര്യം ഓരോ ദിവസവും വർദ്ധിക്കുന്നതായിട്ട് ഫീൽ ചെയ്യാം. ഈ മൊമെന്റില് നിങ്ങളുടെ ഹെയർ ഫോളിക്സ് വല്ലാത്ത ഒരു എനർജി സംഭരിച്ച് കൂടുതൽ കൂടുതൽ തിക്കണ്ടാത്തതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങളുടെ മുഖത്ത് പ്രസരിപ്പിന്റെ ഒരു പുഞ്ചിരി. എന്തോ സംഭവിക്കുന്നു ഉള്ളിൽ. സംതിങ് ഡീപ്ലി അമേസിങ്. അതിന്റെ റിഫ്ലക്ഷൻ നിങ്ങളുടെ ഫേസിൽ ഇപ്പൊ കാണാം. Have a big smile. ഒരു കുഞ്ഞു പുഞ്ചിരി, ആഴത്തിൽ നിന്നുള്ള ഒരു കുഞ്ഞു പുഞ്ചിരി. ആ പുഞ്ചിരിയിലുണ്ട് നിങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മത്തിന്റെ റിഫ്ലക്ഷൻ, കാരുണ്യത്തിന്റെ റിഫ്ലക്ഷൻ, കരുണക്കടലിന്റെ റിഫ്ലക്ഷൻ. നിങ്ങൾ ഇത്രയും കാലം ഏറ്റുവാങ്ങിയ പ്രയാസന്റെ റിഫ്ലക്ഷൻ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുടെ റിഫ്ലക്ഷൻ. ആ റിഫ്ലക്ഷൻ ഒന്ന് ഹോൾഡ് ചെയ്യാം. മെല്ലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു താരാട്ടുപാട്ട്, ആ താരാട്ടുപാട്ടിന്റെ ഫീല് നിങ്ങൾക്ക് നിങ്ങളായിട്ടിരിക്കാം. മനസ്സില് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്മൈൽ കീപ്പ് ചെയ്ത്, ചുണ്ടിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു റിഫ്ലക്ഷൻ കീപ്പ് ചെയ്തുകൊണ്ട് ആ ചിരി നിങ്ങളുടെ ഹോൾ ബോഡിയിലേക്ക് പ്രസരിക്കുന്നത് ഒരു ബാരിയറില്ലാണ്ട് ഫീൽ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു താരാട്ടുപാട്ടിൽ നിലയിച്ചിരിക്കും. വാട്ട് എവർ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താരാട്ട്. Yes, you are surrendering to the higher consciousness. നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ബോഡി, മോറോവർ നിങ്ങളുടെ സോൾ എല്ലാം വളരെ കാമായിട്ടിരുന്ന് നിങ്ങൾക്ക് വേണ്ടി കാതോർത്ത് മറ്റൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാണ്ട് നിങ്ങളായിട്ടിരുന്നു. ആൻഡ് മെല്ലെ നമുക്ക് ഈ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരാം. Actually, this is your reality. This is not a fantasy. Just accept. Let's come back. ഒരു നല്ല സുഗന്ധപൂരിതമായിട്ടുള്ള ഒരു ബ്രീത്ത് എടുത്തിട്ട് മെല്ലെ
Very slowly come to Morning Cafe. We are waiting for you. Just come. Open your eyes. മെല്ലെ കണ്ണുകൾ തുറക്കാം. കൈകള് കൂട്ടിത്തിരുമ്മി മുഖത്തോട് ചേർത്ത് വെച്ച് ആ കിട്ടിയിട്ടുള്ള സകല എനർജീനെ ഒരു 1 സെക്കൻഡ് ജസ്റ്റ് ആ 2 കൈകൾ കൊണ്ട് ആ മുഖത്തെ ഒന്ന് ഹോൾഡ് ചെയ്യാം. ആ ചൂടിലുണ്ടല്ലോ. So let's come back. Okay. Okay, റസ്ന അറ്റൻഡൻസ് ഒന്ന് നോക്കണം കേട്ടോ. സോ മെഡിറ്റേഷൻ ഒക്കെ ആയിരുന്നു. എന്താണ് ഓക്കെ ഫൈൻ. സോ ഇന്ന് മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഓക്കെ ആണ് എങ്കിൽ ഇറ്റ് മീൻസ് നിങ്ങൾക്കുള്ളിലുള്ള ഒരു റഹ്മത്തിന്റെ കോൺഷ്യസ്നെസ് ഏകദേശം ഓണായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. കാരുണ്യത്തിന്റെ തലം, നമുക്ക് തന്നെ ഉള്ളിലുള്ള കരുണക്കടലിന്റെ തലം, കാരുണ്യത്തിന്റെ തലം, ഇത് ഓണാവാണ്ട് നമ്മൾ വലിയ വേറൊന്നും പ്രതീക്ഷിക്കാൻ പോകുന്നത്. സോ ബേസിക്കലി എല്ലാവർക്കും വേണ്ടത് സമാധാനം, സന്തോഷം, സ്നേഹം, ഇതല്ലാത്ത വേറെന്താ ആർക്കെങ്കിലും വേണ്ട? ആർക്കെങ്കിലും ഇവിടെ ഒന്നാ കടി ഉണ്ടാക്കാൻ ഇഷ്ടം? നോ. സോ നമുക്ക് എന്താണോ വേണ്ടത് അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആണോ? നമുക്ക് എന്താണോ വേണ്ടത് അതാണോ നമ്മൾ ചിന്തിക്കുക? അങ്ങനെ പറഞ്ഞപ്പോ ഒരു കൺഫ്യൂഷൻ അല്ലേ? എന്താണോ വേണ്ടത് അതാണോ നിങ്ങൾ ഇത്രയും കാലം ചിന്തിച്ചത്? എവിടെയോ ഒന്ന് പറഞ്ഞു. നോ. എന്തൊക്കെയാണോ വേണ്ടാത്തത് അതൊക്കെയാണ് കുറച്ച് കാലമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണോ വേണ്ടത് അത് വളരെ ലിമിറ്റഡ് ആണ്. അത് കുറച്ചേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അപ്പോ അതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ നിങ്ങളുടെ ഈ ഒരു സാധനം അതിന് സമ്മതിക്കൂല. വേണ്ടാത്തതിനെ പോയി ചോദിക്കൂ. വേണ്ടാത്തത് ഇപ്പൊ നിങ്ങളെ കുട്ടി എങ്ങനെ ആവണം എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് വരുന്ന ഉത്തരം, നിങ്ങളെ കാര്യം എനിക്കല്ല, മെജോറിറ്റി ആൾക്കാരുടെ ഒറ്റയടിക്ക് വരുന്ന ഉത്തരം കുട്ടി എങ്ങനെ ആവരുത് എന്നുള്ളതാണ്. വേണ്ടാത്തേക്കൊന്നും പോവരുത്, കുട്ടി നല്ല വഴി സ്വീകരിക്കണം എന്ന് പറയില്ല. വേണ്ടാത്തേക്കൊന്നും പോവരുത്, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത്, ഇത്രേ ഉള്ളൂ. സോ എങ്ങനെ ആവരുത് എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെ നോക്കുന്നത്. ഇപ്പം ചില ആളുകളുടെ അടുത്ത് ഹസ്ബൻഡ് എങ്ങനെ ആവണം എന്ന് ചോദിക്കുമ്പോൾ ഓരതിന് ഉത്തരം പറയൽ എങ്ങനെയാണെന്നറിയോ? ആദ്യത്തെ പോലൊന്നും ആവരുത്, ഇന്നാളത്തെ പോലത്തെ പ്രശ്നമൊന്നും ഉണ്ടാവരുത്. പറഞ്ഞ ഞാൻ എങ്ങനെ ആവരുത് എന്നല്ലേ ചോദിച്ചത്, എങ്ങനെ ആവണം എന്നാ ചോദിച്ചത്. സോ നിങ്ങളെന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ നിങ്ങളെ ലൈഫിനെ സമീപിക്കുന്ന സമയത്ത് ജീവിതം എങ്ങനെയാവണം എന്ന് ആലോചിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ആവണം കുറച്ചൊക്കെ വരില്ല ഞാൻ പറയില്ല, പക്ഷേ മെജോറിറ്റി ആവരുത് എങ്ങനെയെന്നുള്ളതായിരിക്കും. റൈറ്റ്? എങ്ങനെയൊക്കെയുള്ള ലൈഫ് ആവണം എന്ന് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതെങ്ങനെ ആവരുത് എന്നുള്ള സാധനം എനിക്ക് ആദ്യം വരിക. ഓഫ് കോഴ്സ് നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ കമ്പാരിസണിൽ നിന്ന് വന്നതാണ്. ഷുവർ, റിയാലിറ്റി നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇതൊന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ നമ്മളെ ലൈഫിൽ കുറെ ഹേർഡിൽസ് ഉണ്ടായിരിക്കും. ഞാനും മനുഷ്യരാണല്ലോ. സോ ഇത് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആവണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ രൂപപ്പെടുത്തി കൊണ്ടുവന്നാല് കുറച്ചും കൂടി ഇനി വരാനുള്ള കാലം കുറച്ച് സ്മൂത്ത് ആയിരിക്കും. ഇപ്പം എങ്ങനെയാണോ പോണത് അതിനേക്കാളും സ്മൂത്ത് ആയിരിക്കും. ആവശ്യമുള്ളതിനെ സീക്ക് ചെയ്യുക, എന്താണോ ഉള്ളത് അത് പറയുക, ഇല്ലാത്തതിൽ നോക്കാതിരിക്കുക.
എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതിലേക്ക് മൈൻഡിനെ ഫോക്കസ് ചെയ്യാം. സോ റമദാനിലെ ആദ്യത്തെ 10 നമ്മൾ എന്താ പറയാ, ഒരു മെറ്റഫർ ഇട്ട് വിളിക്കാലോ, റഹ്മത്തിന്റെ 10 അല്ലേ? അല്ലെ, ആദ്യത്തെ 10 കാരുണ്യത്തിന്റെ 10 അല്ലേ? അല്ലേ, എനിക്ക് മാറിയിട്ടില്ലല്ലോ. സോ കാരുണ്യത്തിന്റെ 10, നമ്മള് കാരുണ്യത്തിന്റെ 10 2 സെഷനാണ് സ്പിരിച്വൽ മെന്ററിംഗുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാല് 30 ലൈവ് സെഷൻ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്നലെ മിഞ്ഞാന്നുമായിട്ട് സെഷൻസ് ഉണ്ടായിരുന്നു. അറിയാത്തവരായിട്ട് ഇവിടെ ആരും ഉണ്ടായിരിക്കില്ല സ്പിരിച്വൽ മെന്ററിംഗ് ഉണ്ട് എന്നുള്ളത്. ഇനി 1-2 പേര് ഇന്നലെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി സ്പിരിച്വൽ മെന്ററിംഗിന് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ 2 ദിവസം റെക്കോർഡിങ്സ് ഉണ്ട്, കണ്ടിട്ട് വാച്ച് ചെയ്തിട്ട് കയറണമെങ്കിൽ കയറാം. സോ ഇന്ന് 3-ാമത്തെ ദിവസമാണ്. അപ്പോ സ്പിരിച്വൽ മെന്ററിംഗിൽ ഉള്ളവർക്ക് ഇന്ന് അവരുടെ സെഷൻ മോർണിംഗ് കഫേ ആണ്. ഇന്നത്തെ സത്യം പറഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഒരു കോൺഷ്യസ്നെസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്പിരിച്വൽ മെന്ററിംഗിൽ ഇരിക്കുന്ന ആളുകൾക്കുള്ള സെഷന്റെ ഒരു പാർട്ടാണ് ഇന്നത്തെ മോർണിംഗ് കഫേ. സോ നിങ്ങളും അതിന്റെ പാർട്ടായിട്ടാണ് ഇന്ന് ഇരിക്കുന്നത്. സോ നമ്മളെ ലൈഫിൽ എന്തൊക്കെയാണ് ഒരു റമലാൻ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത്, ഒരു റമലാൻ എങ്ങനെ ആവണം എന്ന് ചോദിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് ഇപ്പം ഉള്ള റമലാൻ ഉണ്ടാക്കാം. അതാണ് ഇപ്പൊ നമ്മൾ നോക്കേണ്ടത്. എങ്ങനെ ആവണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ള തോട്ടൊക്കെ അങ്ങോട്ട് വിട്ടിട്ട് ഇപ്പം ഇതെങ്ങനെയാണ്, ഇപ്പൊ ഇതെന്ത് സെറ്റ് ആക്കാൻ പറ്റും, ഇപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് എന്തൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ നട്ട് എവിടെയൊക്കെ ലൂസ് ആയിട്ടൊക്കെ ടൈറ്റ് ആക്കാൻ പറ്റും. സോ നമ്മള് പ്രസന്റ് മൊമെന്റിൽ ലീവ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. കഴിഞ്ഞ 2 സെഷനില് സ്പിരിച്വൽ ഉള്ളവർക്കാണ് പറയുന്നത്. കഴിഞ്ഞ 2 സെഷനിലായിട്ട് നമ്മള് എന്തൊക്കെയാണ് ഒരു റമലാൻ എന്ന് പറയുന്ന സമയത്ത് മനസ്സിനും ശരീരത്തിനും നോമ്പും ഡയറ്റും പട്ടിണിയെടുക്കലും ഉറങ്ങി തീർക്കലും ഒക്കത്തിനപ്പുറത്തേക്ക് ആത്മാവിന്റെ വ്രതശുദ്ധി, ആത്മാവിന് എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത്, ആത്മാവ് നോമ്പെടുക്കുമ്പോൾ മാത്രം നോമ്പ് ഹാപ്പൻ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ പട്ടിണി എടുക്കലാണ്. അത് നമ്മൾ എന്ത് ചെയ്യാം, ഈ അഭയാർത്ഥികളെ ഒക്കെ അവർക്ക് വേണ്ടിയിട്ട് നോമ്പെടുക്കാം. നമ്മൾ ഈ കണ്ണില്ലാത്ത ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മുന്നേ ഞാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ണില്ലാത്ത ആളുകളുടെ ആ ഒരു വേൾഡിനെ ഒന്ന് മനസ്സിലാക്കണം, കണ്ണിന്റെ അനുഗ്രഹം എത്രത്തോളം ഉണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് കണ്ണ് കാണാത്ത ആൾക്കാരുടെ കൂടെ കുറച്ച് കണ്ണടച്ചു പിടിച്ചിട്ട് നടക്കുന്നു. അത് നല്ല രസമാണ്. കുറച്ചുകൂടെ ഈ ബോധം തന്നെ ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ട്രാൻസ് പോവും. അപ്പോ ഒരു ടീമിനെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നോ ദ സെയിം തിങ് നമുക്ക് നോമ്പിലും റിപ്പീറ്റ് ചെയ്യാം. ഭക്ഷണം കിട്ടാണ്ട് വിശന്ന് പട്ടിണി എടുക്കുന്ന കുറെ മനുഷ്യന്മാർ ഈ ഭൂമിയിലുണ്ട്. അപ്പൊ നമുക്ക് 2 തരത്തിൽ നോമ്പ് എടുക്കാം. ഒന്ന്, അവർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് ആ വിശപ്പ് സഹിക്കുന്നു, അതിനു വേണ്ടി നോമ്പെടുക്കാം. രണ്ടാമത്തത്, നോ, അതിന്റെ പ്യുവർ ഇന്റൻഷൻ, ഇത് എന്തിനാ എന്നോട് നോമ്പെടുക്കാൻ പറഞ്ഞ് വെറുതെ പട്ടിണിക്ക് ഇടാൻ പഠിച്ചോനക്ക് എന്താ, പഠിച്ചോ വെറുതെ ആരും എടുങ്ങാറാക്കൂലല്ലോ. സോ പട്ടിണിയൊന്നും അല്ല ഇത്, ഇതൊരു സമർപ്പണ. ദിസ് ഇസ് എ സറണ്ടറൻസ്. കുറെ കാലായിട്ട് ഇവിടെ ഇങ്ങനെ സറണ്ടർ തട്ടത് തേങ്ങയാണ് വിചാരിച്ചല്ലോ. സറണ്ടറൻസ് മക്കളെ നിങ്ങളടുത്ത് പറഞ്ഞത് ഇന്റെ അടുത്ത് സറണ്ടർ ആവാനല്ല, ഇന്റെ അടുത്ത് പ്രത്യേകിച്ച് നീതിയൊന്നുമില്ല. സറണ്ടറൻസ് ടു ദ ഡിവൈൻ. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ സറണ്ടേർഡ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ബേസിക്കലി നിങ്ങൾക്ക് ആരാണോ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നത് ആ ആളുടെ മുമ്പിൽ സറണ്ടേർഡ് ആയിട്ട് ഇരുന്ന് പഠിച്ചാൽ മാത്രമേ അപ്പുറത്തേക്ക് കയറുള്ളൂ. കുറച്ചൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇത് പ്രാക്ടിക്കൽ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അർത്ഥത്തിൽ. ഇത് പല ആളുകൾ പല ഫോണിൽ പല നിലയിൽ ഇരുന്നിട്ടാണ് കേൾക്കുന്നുണ്ടെങ്കിലും ഇറ്റ്സ് എ റിയൽ പ്രാക്ടീസിങ്. നിങ്ങളുടെ ഓൺ റിയാലിറ്റീനെ, ഓൺ ലൈഫിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാണ്. സോ ഈ പ്രാക്ടീസിങ് പോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം റമലാൻ. അതാ ഞാൻ പറഞ്ഞത്, റമലാൻ നമുക്ക് 2 തരത്തിലെടുക്കാം. ഒന്ന്, ലോകത്ത് പട്ടിണിയും പരവേശവും വിശപ്പിന്റെ വികാരം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോമ്പെടുക്കാം. ഇവിടുത്തെ 99% ആൾക്കാർ അങ്ങനത്തെ നോമ്പെടുക്കുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനുഷ്യരോട് കുറച്ച് സ്നേഹം തോന്നും. അല്ലാ, ഐറ്റങ്ങൾ എന്തോരം കഷ്ടപ്പെടുന്നു. നീ അല്ല എങ്കില് എന്തിനാണ് എൻ്റെ റബ്ബ് എന്നോട് നോമ്പെടുക്കാൻ പറഞ്ഞത്, സത്യത്തിൽ എന്താണ് നോമ്പ് എന്നുള്ളതിന്റെ ആ ഒരു അർത്ഥം ഉൾക്കൊണ്ട് നോമ്പെടുക്കുന്ന സമയത്ത്
ആത്മാവിന് നോമ്പെടുക്കുന്ന സമയത്ത് നിങ്ങൾ വിശപ്പും ദാഹവും ഉറപ്പും ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല. ആൻഡ് എല്ലാ തരത്തിലുള്ള മാനവികത നിങ്ങളിൽ ഉണരുകയും ചെയ്യും. ബേസിക്കലി മനുഷ്യനായിട്ടിരിക്കാനല്ലോ നമുക്ക് വേണ്ടത്. മനുഷ്യന്റെ ഫുൾ ക്വാളിറ്റിയോട് കൂടെ മനുഷ്യനായിട്ട് നമ്മൾ ജീവിച്ചു തുടങ്ങുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് നമ്മളോടും ഈ സൊസൈറ്റിയോടും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരേ ഒരു നീഡ്, ജസ്റ്റിസ്. സോ റമലാൻ ആത്മാവിനാണ്, റമലാൻ സോളിനാണ്, സോളിന്റെ റലംനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് റമലാൻ ആത്മാവിനാണ് എങ്കിൽ ഈ ആത്മാവിന്റെ നോമ്പെടുപ്പ് എന്ന് പറയുമ്പം അതിന്റെ തുടക്കത്തെ റബ്ബ് വിശേഷിപ്പിച്ചത് കാരുണ്യത്തിന്റെ തുടക്കമാണ്, റഹ്മത്ത് കൊണ്ടാണ്. അപ്പൊ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ ആ വീഡിയോ എന്നെ കുറെ ആളുകളൊന്നും കണ്ടില്ല എന്ന് ഞാൻ വിചാരിച്ചേ. ലൈക്ക് സാധാരണ വീഡിയോസ് കയറുന്നതിനേക്കാൾ കുറവായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായത് സാധാരണ ഇങ്ങനെ എല്ലാവരും കാണുന്നതിന്റെ അപ്പുറത്തേക്ക് ഇത് ആവശ്യക്കാർ മാത്രമേ കണ്ടുള്ളൂ തോന്നുന്നു. കാരണം ഇൻബോക്സിൽ കുറെ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സംഭവം ഞാൻ ജസ്റ്റ് കാണാത്തവർ ജസ്റ്റ് എന്റെ ഇൻസ്റ്റാ പേജ് ഒന്ന് എടുത്ത് നോക്കിയാൽ കാണാം. സിമ്പിളാണ്, ഒരു കുഞ്ഞു റീല. അപ്പൊ അതിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് റഹ്മത്ത് എന്ന് പറയുന്ന സമയത്ത് ആക്ച്വലി റഹ്മത്ത് എവിടെ? നമ്മളുടെ ലൈഫിൽ അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും ഇതൊക്കെ എവിടെ? കാരുണ്യം ലൈഫിൽ ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ പ്രീ ട്രെയിനിങ്ങിലും ഹെർഡൈനാസ്റ്റിയിലും വന്നവർക്ക് ഇനിയിപ്പോ അനുഗ്രഹങ്ങളെ ലിസ്റ്റ് ഞാൻ തരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരിക്കില്ല. എഴുതി 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 ചിന്തിച്ച് 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 എത്രയൊക്കെയോ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ, എത്ര കിട്ടാണ്ടോ, അതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് കൈ കടഞ്ഞ് മനസ്സ് സമ്പുഷ്ടമായിട്ടുള്ള കുറെ മൊമെന്റ്സ് എക്സ്പീരിയൻസ് ചെയ്ത് സ്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ബാച്ചുകൾ റൺ ചെയ്തിരിക്കുന്നുണ്ട്. ആ ഒരു റലം കിട്ടണം എന്നുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ എത്രത്തോളം കാരുണ്യം കിട്ടിയിട്ടുണ്ടോ, അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടോ, ഇതൊന്നിനെ പറ്റി ഓർമ്മ അല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് ഈ നോമ്പിന്റെ ആദ്യത്തെ 10 സെറ്റ് ആവുക എന്നാലോചിച്ച് നോക്ക്. കാരുണ്യത്തിന്റെ 10ആണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജനിച്ച അന്ന് മുതൽ ഇന്നീ നിമിഷം വരെ ഏതൊക്കെ കാരുണ്യം നിങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. നിങ്ങളുടെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ഭൂമിയിലെ ഫസ്റ്റ് ശ്വാസം എടുക്കുന്ന സമയത്ത് നിങ്ങൾ കരഞ്ഞപ്പോ, ഈ ലോകം മൊത്തം ചിരിക്കുമ്പോ അവിടെ റബ്ബിന്റെ സൃഷ്ടാവിന്റെ ഒരു വല്ലാത്ത കാരുണ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ലേ? ആ കാരുണ്യമല്ലാത്ത മറ്റെന്താണ് നിങ്ങളെ കൊണ്ട് ആ ശ്വാസം എടുപ്പിച്ചത്? ഈ ലോകത്ത് എത്ര മനുഷ്യർക്ക്, കുഞ്ഞുങ്ങൾക്ക് ഫസ്റ്റത്തെ ശ്വാസം പോലും ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. എത്ര പേരുടെ മക്കള് ആ വെമ്പല് അല്ലെ, ലേബർ പെയിൻ എന്താ? എങ്ങനെയാ ഉമ്മാക്ക് ലേബർ പെയിൻ ഫീൽ ചെയ്യാം? ഉമ്മക്ക് ഇതിനാ ലേബർ പെയിൻ ഫീൽ ചെയ്യുന്നത്? കുഞ്ഞിന് ശ്വാസം എടുക്കാനുള്ള ഇറിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുഞ്ഞിന്റെ ലങ്സ് പൂർണ്ണ വളർച്ചയിൽ എത്തുന്നുണ്ട്. അതിന് ശ്വാസം എടുക്കണം. ആ ശ്വാസം എടുക്കാനുള്ള സമയമാകുന്ന സമയത്ത് കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്നും അമ്മയുടെ ശരീരത്തിലേക്ക് ഒരു ഹോർമോൺ ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് ഫ്രം ദാറ്റ് ഹോർമോൺ ഒരു പൂർണ്ണ ഗർഭിണിക്ക് വേദന സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മുതലാണ്. സോ ആ വെമ്പൽ എപ്പോഴാ തീരാ? കുട്ടി ശ്വാസം എടുക്കുമ്പോഴല്ലേ തീരുള്ളൂ. അനുഭവിച്ചവർക്ക് അറിയാം. ആ കുഞ്ഞ് എപ്പോഴാണോ ശ്വാസം എടുക്കുന്നത്, ആ ശ്വാസം എടുക്കുമ്പോൾ മാത്രമാണ് അമ്മയുടെ ആ ഗർഭപാത്രത്തിൽ എന്തെല്ലാം സംഭവിച്ചോ, പെൽവിക് ഫ്ലോറിൽ എന്തൊക്കെയോ സംഭവിച്ചോ, ആ മസിൽസിനും ഹോൾ ബോൺസിനും എന്തൊക്കെയോ സംഭവിച്ചോ, അതിന്റെ ഇറിറ്റേഷൻ, അതിന്റെ ഇന്റൻസിറ്റി, അതിന്റെ പെയിൻ, ദ ഹാർഡസ്റ്റ് ഓഫ് ദ ഹാർഡസ്റ്റ് പെയിൻ, അത് ക്ഷമിക്കല് ആ കുട്ടി ശ്വാസം എടുക്കുന്ന സമയത്താ. ആ കുഞ്ഞു ശ്വാസം എടുക്കണമെങ്കിൽ കാരുണ്യത്തിന്റെ ഏതെല്ലാം ഘടകങ്ങളിലൂടെ ആ ഉമ്മയും ആ കുഞ്ഞും പോയിട്ടുണ്ടായിരിക്കും. സോ ഫ്രം ദാറ്റ് ബിഗിനിങ്, ആ ബിഗിനിങ് മുതൽ അല്ലെങ്കിൽ അതിനും എത്രയോ മുമ്പ് മുതൽ കാരുണ്യം അനുഭവിച്ച് ആ കാരുണ്യത്തിന്റെ ഭാഗമായിട്ട് എത്ര പേർക്ക് കുഞ്ഞിന്റെ ആദ്യത്തെ ശ്വാസത്തോടു കൂടെ ഉമ്മ അല്ലാണ്ടായി പോകുന്നുണ്ട്. സോ മെജോറിറ്റി ഓഫ് us ഇത്തരത്തിലുള്ള
ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെയും ജനിക്കുമ്പോ പോയില്ല. ഇന്നിപ്പോ നമ്മൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ എത്ര പേര് ലേബർ പെയിനിൽ ഉണ്ടായിരിക്കും, എത്ര ആളുകള്. അതില് ഇപ്പൊ ഏതായാലും ഒരു മെജോറിറ്റി പട്ടിണി പാവങ്ങളെ നോക്കിയിട്ട് ലൈക്ക് അവരെ റിസംബിൾ ചെയ്യാൻ വേണ്ടി നോമ്പെടുക്കാമല്ലോ. സോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആ റിസംബിൾ ചെയ്യുന്ന ആളുകൾ, എന്നും തീരാ ദുരിതത്തിലിരിക്കുന്ന ആളുകള്, അവരുടെ ഒരു ലേബർ പെയിൻ സമയത്ത് നമ്മൾ ഗസയിലൊക്കെ ഉള്ള വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്ത് അതിൽ പറയുന്നുണ്ട്, അതായത് ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും ആരുമില്ല, ഹോസ്പിറ്റലില്ല, മെഡിസിൻ ഇല്ല, ഒന്നുമില്ല. സോ ദാറ്റ്സ് ദ റിയാലിറ്റി. നമ്മളുടെ ഓൺ റിയാലിറ്റിയാ. ഹിയർ അവയർനെസ് ബിക്കം മെഡിസിൻ. ഇവിടെ സൈഗോട്ടിന്റെ മോട്ടോയിൽ പറയുന്ന കാര്യമുണ്ട്, അവയർനെസ് ബിക്കം മെഡിസിൻ. ബോധമാണ് ഇവിടുത്തെ മരുന്ന്. ഈ ബോധം ഇല്ലാണ്ട് നമ്മൾ ഏത് മരുന്ന് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോ കരുണക്കടലിന്റെ റഹ്മത്തിന്റെ അറ്റം, അതായത് അതിന്റെ ആ ഒരു ഫീൽ, അത് നമുക്ക് പറഞ്ഞാൽ തീർക്കൂല. ഇവിടെ ജേണൽ എഴുതുന്ന സമയത്ത് ഒരിക്കൽ മുമ്പുള്ളവർക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല, ജേണൽ എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ദയവ് ഇത് മറ്റേ പരിപാടി എടുക്കരുത്. ഏത് ഇത്ര പ്രാവശ്യം എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര തരുമോ, എനിക്ക് ഇന്ന സാധനം കിട്ടാൻ വേണ്ടി ഇത്ര പ്രാവശ്യം ചെയ്യാം, പണിക്കോ വെറുതെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് മാത്രം നമ്മളായില്ല. ഒരു റഹ്മത്ത്, ആ റഹ്മത്തിന്റെ ആഴം എത്രയാണ് എന്നുള്ളത് കണക്ക് പറയാൻ പോയിട്ട് ആ കാ ഉച്ചരിക്കാൻ പോലും നമ്മളായില്ല. ദാറ്റ് മച്ച് കാരുണ്യത്തിലൂടെ ഇത്രയും കാലം നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോ ഈ കാരുണ്യത്തെ മനസ്സിലാക്കാണ്ട്, ജീവിതത്തിൽ വന്നു ഭവിച്ചിട്ടുള്ള കാരുണ്യത്തെ നമ്മളൊന്ന് ഓർക്ക പോലും ചെയ്യാണ്ട്, നമ്മൾ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും റമദാനിന്റെ തുടക്കം നമുക്ക് ഓക്കെ ആയിരിക്കില്ല. കാരണം ഈ കാരുണ്യത്തിനെ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. നമുക്കുള്ളിൽ കിട്ടാക്കനികളുടെ ശേഖരം മാത്രം, ക്വസ്റ്റ്യൻ മാർക്കുകളും എക്സ്ക്ലമേറ്ററി മാർക്കുകളും മാത്രമായിട്ട്, കിട്ടാക്കനികൾ മാത്രമായിട്ട് ഇരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈം. റീതിങ്ക് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്, മാറ്റാനുള്ള ടൈം ആയിട്ടുണ്ട് അല്ലേ? നമ്മള് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു കല്യാണ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കച്ചറായി കഴിഞ്ഞാൽ ആ ഷീറ്റ് നമ്മൾ മാറ്റി പുതിയതല്ലേ ഇടുള്ളൂ. ഇനി മുകളിൽ കച്ചറായിട്ടില്ല എന്നുണ്ടെങ്കിലും പഴയ ആൾക്കാരെ ഷീറ്റും ഇടാറില്ല. സോ ചിലതൊക്കെ നമ്മൾ മാറ്റണം. എത്രത്തോളം ഡേർട്ട് ഉണ്ടോ അത്രത്തോളം അത് ചീഞ്ഞു നാറിക്കൊണ്ടിരിക്കും. സോ നിങ്ങളുടെ ലൈഫിന്റെ പാസ്റ്റ് റിഫ്ലക്ഷൻ ആണ് ഈ ലൈഫ് എന്ന് നമ്മൾ പറയുമല്ലോ. മുന്നേ ഉണ്ടായ പ്രശ്നങ്ങൾ, മുന്നേ ഉണ്ടായ കാര്യങ്ങൾ, അതിന്റെ റിഫ്ലക്ഷൻ ആണ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലൈഫ് എന്ന് പറയും. ബട്ട് ആക്ച്വലി ഒന്ന് ആലോചിച്ച് നോക്ക്, മുന്നേ നമ്മൾ അവഗണിച്ച അനുഗ്രഹങ്ങൾ, അതിന്റെ റിഫ്ലക്ഷനും കൂടി ആയിക്കൂടെ ഇത്? സോ അനുഗ്രഹങ്ങളെ അവഗണിക്കാതിരിക്കുക. റബ്ബിന്റെ കാരുണ്യം ഫീൽ ചെയ്യാത്ത മൊമെന്റ് ഏതാ നിങ്ങൾക്കുള്ളത്? അങ്ങനത്തെ ഒരു മൊമെന്റ് ഉണ്ടോ? ഈ മൂക്കൊരു 2 മിനിറ്റ് എടുക്കാൻ പറ്റുമോ? ഇല്ല. സോ ഒരു ഓക്സിജൻ സിലിണ്ടറിന് മുമ്പിൽ ഇരിക്കാൻ പറ്റാതെ ഇപ്പം ഭയങ്കര സുന്ദരമായിട്ട് ഞാനും നിങ്ങളും ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇതാണ് റഹ്മാൻ എന്ന് പറയുന്ന കോൺഷ്യസ്നെസ്. ഇതാണ് ആ കാരുണ്യം. ഇതിലും വലിയ കാരുണ്യം ഏതാ ഉള്ളത്? സോ എപ്പോഴാണോ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാരുണ്യത്തിന്റെ ലെവലുകളെ കൗണ്ട് ചെയ്ത് തുടങ്ങുന്നത്, നിങ്ങളുടെ കാരുണ്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയുന്നത്, അതിന്റെ റിഫ്ലക്ഷൻ മാത്രമാണ് നിങ്ങളെ ലൈഫ്. പ്ലസ് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത്, നിങ്ങളൊന്ന് കൂടെ ഇരിക്കുന്ന സമയത്ത്, നിങ്ങളെ കൂടെയുള്ളവർക്ക്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക്, ചുറ്റുമുള്ള മനുഷ്യർക്ക്, അതിനി മൃഗങ്ങളായാലും പക്ഷികളായാലും വാട്ടെവർ, എന്ത് സാധനത്തിനായി കഴിഞ്ഞാലും, ഈവൻ നിങ്ങളൊരു റഹ്മത്തിന്റെ കോൺഷ്യസ്നെസ്സിലാണ് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു പൂവിനെ പോലും നിങ്ങൾക്ക് നുള്ളാൻ തോന്നില്ല. കാരണം അതും അതിന്റെ സൃഷ്ടാവിന്റെ ഭംഗിയിൽ ലയിച്ചിരിക്കും. സോ ദാറ്റ് മച്ച് നമ്മൾ എലവേറ്റ് ചെയ്യേണ്ടതാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. അത്രമാത്രം എലവേറ്റ് ചെയ്യേണ്ടതിന്റെ പേരാണ് ഈ റമദാനിന്റെ തുടക്കം എന്ന് പറയുന്നത്. അപ്പോ നീയത്ത് കറക്റ്റ് ചെയ്തു, ആൻഡ് എന്തിനാണ് നോമ്പെടുക്കുന്നത് എന്നുള്ളത്, ലൈക്ക് എന്തിനാ നീ പഠിക്കണ ആ സംഭവം വിട്ടിട്ട് അതിന് വന്ന് എന്തിനാ നീ നോമ്പെടുക്കുന്ന എന്നുള്ളത് മാറിയിട്ട്, എന്തിനാണ് ഞാൻ നോമ്പെടുക്കുന്നത്, എൻ്റെ നോമ്പിന്റെ ഇന്റൻഷൻ എന്താണ്, അത് നമ്മൾ അതിൽ നിന്നും ഒരു നെക്സ്റ്റ് ലെവൽ അപ്ഗ്രേഡേഷൻ. എന്താണ് ആക്ച്വലി ഈ റഹ്മത്ത്?
സോ ഈ കാരുണ്യത്തിനെ നിങ്ങൾ ഫീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മൊമെന്റിൽ ഇനി ഇല്ല, ഇനി എന്നെ കൊണ്ട് നടക്കൂല, ഇനി ഒരിക്കലും എന്നെ കൊണ്ട് സെറ്റ് ആവൂല എന്ന് വിചാരിക്കുന്ന സമയത്ത് എന്തെല്ലാം നിങ്ങൾക്ക് പെട്ടെന്നല്ല, നമ്മളെ ലൈഫിൽ എത്ര മൊമെന്റ്സ് ഉണ്ടായിരിക്കും, ഒരിക്കലും നമ്മൾ ഇത് കിട്ടൂല എന്ന് വിചാരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വഴി എവിടുന്നോ വരുന്നത്. ലൈഫിൽ എത്ര പ്രാവശ്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും അത്. ഇനി ഒരിക്കലും ഉള്ളത്, ഒരിക്കലും ഇത് നടക്കുള്ളത്, ഒരിക്കലും സെറ്റ് ആവാൻ വേണ്ടി പോണില്ല എന്നുള്ള ഇടത്ത് നിന്നും വളരെ പെട്ടെന്ന് നമ്മൾ പോലും ചിന്തിക്കാതെ കാര്യങ്ങൾ സെറ്റ് ആവണത് നമ്മൾ ഫീൽ ചെയ്തിട്ടല്ലേ? എത്ര പ്രാവശ്യം നമ്മൾ അതിന് സാക്ഷികളായിട്ടുണ്ട്. അപ്പൊ അത് എവിടുന്നാ വന്നത് അല്ലേ? ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന സമയത്ത് ഇനി ഒരു മനുഷ്യനെ സഹായിക്കാനില്ല എന്ന് പറയുന്ന സമയത്ത് ആ മൊമെന്റിൽ എവിടുന്നോ എങ്ങനോ, കണ്ടില്ലേ നിങ്ങള്? ഇവിടെ തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഇപ്പൊ ഫ്രീ പ്രോഗ്രാമിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഇപ്പൊ ഹെയർ ഡൈനാസ്റ്റി നെക്സ്റ്റ് വരാൻ വേണ്ടി പോവുകയാണ്. നെക്സ്റ്റ് മന്തിൽ ഹെയർ ഡൈനാസ്റ്റിയുടെ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇൻഷാ അല്ലാ നമ്മളൊരു സെക്കൻഡ് കിസുവിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഈ സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി പെയ്ഡ് ആണ്, ഇത്തിരി പേയ്മെന്റും ഉണ്ട്. അറിഞ്ഞുകൊണ്ടിട്ട പേയ്മെന്റ് തന്നെയാണ്. കുറച്ച് കുറച്ച് മീൻസ് അത്രക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്നവർക്ക് അത് അവിടെ ഇരുന്നിട്ട് കാര്യം ഉണ്ടാവുള്ളൂ. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ചില ആളുകൾ പറയും, ഇവിടെ തന്നെ മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത സംഭവം, മീൻസ് പേയ്മെന്റ് സെറ്റ് ആവുന്നില്ല എന്ന് എനിക്ക് പേഴ്സണലി ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. പേയ്മെന്റ് സെറ്റ് ആവുന്നില്ല എന്നുള്ളത് അങ്ങോട്ട് വിട്ടിട്ട് നിങ്ങൾ വരാൻ തീരുമാനമെടുത്തു എന്നുള്ളത് മാത്രം മതി. നിങ്ങളെ ലൈഫിൽ എല്ലാം അങ്ങനെ തന്നെയല്ലേ നടന്നിട്ടുള്ളൂ. നിങ്ങൾ തീരുമാനം എടുത്താൽ മതി, വഴിയൊക്കെ പഠിച്ചവനാ തീരുമാനിക്കുന്നേ. സോ ഇവിടെ ഞാൻ വിറ്റ്നസ് ചെയ്തിട്ടുള്ള കാര്യമുണ്ട്. അതായത് ആ ലാസ്റ്റ് മൊമെന്റിൽ വരെ പൈസ സെറ്റ് ആയില്ല, പൈസ സെറ്റ് ആയില്ല എന്ന് പറഞ്ഞിട്ടുള്ള എത്ര ആളുകള് എൻ്റെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, യോ ഇത് ഇവിടുന്നേ കിട്ടിയെന്നറിയില്ല, കറക്റ്റായിട്ട് ഉപ്പാക്ക് അപ്പൊ ഒരു പൈസ തരില്ലേ. ഹസ്ബൻഡ് അതുവരെ സമ്മതിക്കൂലായിരുന്നു, പക്ഷെ കറക്റ്റായിട്ട് ആ സമയത്തിന് എന്നാ നീ പൊയ്ക്കോ പൊയ്ക്കോ, അതിന്റെ അപ്പുറത്തൊക്കെ വേറെ ഒന്നുമില്ല. കടം കൊടുത്തിട്ട് തരാണ്ടായിരുന്ന ആളുകള് ഇത്രയും കാലം ഇല്ലാത്തൊരു തരലിപ്പം. ഇത് എത്ര പ്രാവശ്യം സൈഗോട്ടിൽ ഇരുന്നിട്ട് ആവർത്തിച്ച അവസ്ഥ ഞങ്ങൾ തന്നെ വിറ്റ്നസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? സോ നമ്മള് എന്താണെന്ന് നമ്മൾ എടുക്കുന്ന ഡിസിഷനാണ്. സോ ഈ റമദാൻ എന്താവണം എന്ന് നിങ്ങൾ എടുക്കുന്ന ഡിസിഷനാണ്. ബാക്കിയൊക്കെ വരാനുള്ള വഴിക്ക് ഇങ്ങനെ വന്നോളൂ. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ. ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ തന്നെ ലൈഫിൽ എത്ര പ്രാവശ്യം ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിങ്ങൾ നേരിട്ടിട്ടുണ്ടായിരിക്കും. ഇനി ആ ക്രൈസിസ് ഒന്നും ഇല്ലാത്ത സമയത്ത് സങ്കടങ്ങൾ ഇങ്ങനെ വല്ലാണ്ട് കൂടുന്ന സമയത്ത് ആശ്വാസവചനമായിട്ട് ചില കാര്യങ്ങൾ എത്ര ചില മനുഷ്യരായിട്ട് ചില വസ്തുതകളായിട്ടൊക്കെ നിങ്ങളെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പൊ റെജിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, അതായത് റെജിനക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു എമൗണ്ട് ആണെന്ന് കൂട്ടിക്കോ ജസ്റ്റ്. അപ്പൊ ഞാൻ റെജിനെ കുറെ കാലമായിട്ട് കണ്ടിട്ടില്ല, എനിക്ക് റെജിനോട് പ്രത്യേകിച്ച് ഇപ്പൊ കണക്ഷൻ ഒന്നുമില്ല എന്ന് ജസ്റ്റ് കൂട്ടാം. പക്ഷെ ഒരു മൊമെന്റിൽ എനിക്കിങ്ങനെ വെറുതെ മനസ്സിക്ക് വരികയാണ്, ഓ എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, അപ്പൊ റെജിനക്ക് ഒന്ന് കൊടുത്താലോ. വിത്തൗട്ട് എനി റീസൺ എന്റെ മൈൻഡിലേക്ക് വരികയാണ് അങ്ങനത്തെ ഒരു സാധനം. അങ്ങനെ ഞാൻ ആ പൈസ എടുത്ത് റെജിനക്ക് കൊണ്ടേ കൊടുത്തിട്ട് നീയോ ജസ്റ്റ് വെച്ചോ, ഞാൻ ചോദിക്കുമ്പോ മതി, എനിക്കിപ്പോ എന്തോ വെച്ചോ എന്നുള്ള ഒരു ലെവലിലേക്ക് വരുന്ന സമയത്ത് റെസിഡന്റ് ഉള്ളിൽ കൂടെ പോകുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കൂലേ, ഷൂ ഇത്ര കറക്റ്റ് ആയിട്ട് റെസിഡന്റ് എന്താ പ്രാർത്ഥിച്ചേ, പഠിച്ചോ എനിക്ക് എവിടുന്നേലും കുറച്ച് പൈസ ഇട്ടണം, എനിക്ക് ഈ കാര്യങ്ങളൊന്നും സെറ്റ് ആക്കാണ്ട്. ബട്ട് അതൊന്നും അറിയാത്ത, റെസിഡന്റെ പ്രാർത്ഥന എന്താന്ന് പോലും അറിയാത്ത, റെസിഡന്റെ തേട്ട എന്താന്ന് പോലും അറിയാത്ത എന്റെ മനസ്സിൽ കാണാൻ പെട്ടെന്നൊരു സാധനം വരുന്നു. ഹൗ? മറ്റേ നാച്ചുറൽ പ്രോസസ് ആയിരിക്കും അല്ലേ? എല്ലാം നമുക്ക് നാച്ചുറൽ പ്രോസസ് ആണല്ലോ. നമ്മൾ ഉണ്ടായതും പൊട്ടി മുളച്ചിട്ട്, ചിന്തകൾ വരുന്നതും പൊട്ടി മുളച്ചിട്ട്. ഹൗ? നിങ്ങൾക്ക് നിങ്ങളെ റബ്ബിനെ കാണാൻ വേണ്ടി കുറേ സ്ഥലത്ത് കലഞ്ഞു നടക്കുന്നു വേണ്ട, മറ്റേ ഏഴാനാകാശത്തിന്റെ മുകൾക്ക് സിംഹാസനത്തൊക്കെ വേണ്ട, ഇവിടെ ഭൂമിയിൽ ഇരുന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ മനസ്സിൽ ഒരു ആഗ്രഹം വന്ന സമയത്ത് അത് സാധിപ്പിച്ച് തരാൻ വേണ്ടി അപ്പുറത്തെ ഉള്ള ആളുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു തോന്നൽ ഇട്ട് കൊടുത്തതാരാ? റബ്ബിനല്ലാണ്ട് വേർക്ക് ആർക്കാ പറ്റാത്? സോ
ആ മൊമെന്റില് ഇതുപോലത്തെ എത്ര മൊമെന്റ് നമ്മൾ നമ്മളെ ലൈഫിൽ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും നടക്കൂല എന്ന് വിചാരിച്ച എത്ര കാര്യങ്ങൾ നമ്മളെ ലൈഫിൽ നടന്നിട്ടുണ്ട്. ഒരു ദയ, നിങ്ങളെ ചുറ്റുമുള്ള മനുഷ്യന്മാർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ ലൈഫിൽ കുറെ വില്ലൻ കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കും. ഈ വില്ലൻ കഥാപാത്രത്തിന്റെ അപ്പുറത്തേക്ക് കുറച്ച് നല്ല മനുഷ്യന്മാരുണ്ടായതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ ജീവിച്ചു പോകാൻ പറ്റുന്നത്. ആ സ്ഥാനത്ത് ഒരു നല്ല കഥാപാത്രം ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? സോ കാരുണ്യം ഒന്ന് ആലോചിച്ച് നോക്ക്. കാരുണ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലാത്തൊരു സാധനത്തിന് അപ്പുറത്ത് കൊണ്ട് കാണിച്ചത്, അല്ലെങ്കിൽ ആ സാധനം ഒരിക്കലും മനസ്സിലാവില്ല. ഇവിടെ പ്രയാസം ലഘൂകരിക്കുന്നവൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രയാസം കൊണ്ടുതരുന്നത്, അല്ലെങ്കിൽ ജന്മത്തിൽ നമുക്ക് മനസ്സിലാവോ? സോ എല്ലാം ഇതിന്റെ റിഫ്ലക്ഷൻ ആണ്. അപ്പോൾ എല്ലാം ഇതിന്റെ റിഫ്ലക്ഷൻ ആണ് എങ്കിൽ ആ റിഫ്ലക്ഷനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എങ്ങനെ എടുക്കാം? അപ്പൊ നമ്മൾ ഇത്രയും കാലം ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കി കണ്ടിട്ടുള്ളത്? ലൈക്ക് മഞ്ഞ കണ്ണട വെച്ചാൽ മഞ്ഞ കളറിലേ കാണുള്ളൂ. നമ്മൾ പറയില്ലേ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ മഞ്ഞപ്പിത്തം പിടിച്ചവനക്ക് എല്ലാം മഞ്ഞ കളറിലേ കാണുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഒന്നുമില്ല. പക്ഷെ എന്നാലും മഞ്ഞപ്പിത്തം പിടിച്ചവനെ മാറ്റിയിട്ട് മഞ്ഞ കളർ കണ്ണട കൊണ്ടുവച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര തൂവെള്ള പാൽ ഒഴിച്ചാലും നിങ്ങൾ എന്താ പറയാ, കുങ്കുമട്ട മഞ്ഞപ്പാല്. എങ്ങനെ വെള്ള പാൽ ഒഴിച്ചാലും നമ്മൾ പറയും മഞ്ഞ കളർ പാല്. ആ കണ്ണടന്റെ കളറ് നീലാക്കി കഴിഞ്ഞാൽ അത് ഫുള്ള് നീല. ആരെങ്കിലും പിന്നെ സമ്മതിച്ചു തരുമോ? സോ നമ്മൾ വെക്കുന്ന കണ്ണടക്കനുസരിച്ചിരിക്കും നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒരു മെറ്റഫറിക്കൽ തോട്ടാണ്. നമ്മൾ വെക്കുന്ന കണ്ണട സത്യത്തിൽ നമ്മളെ സൃഷ്ടാവ് നമ്മളെടുത്ത് എന്നോ പറഞ്ഞിട്ടുണ്ട്, എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അവന് അതാകുന്നു ഞാൻ. അപ്പോ എന്റെ അടിമ ചിന്തിക്കുകയാണ്, എന്റെ അടിമ അല്ല, പഠിച്ചോന്റെ അടിമ ചിന്തിക്കുകയാണ്, എന്റെ ലൈഫിൽ ഇപ്പൊ വരും ഓരോ പരീക്ഷണങ്ങൾ അല്ലെ. കുട്ടി ഒന്ന് ചിരിക്കുമ്പോക്കിന് വെള്ളിമാര് വന്നിട്ട് പറയില്ല, അല്ലാ കൂടുതൽ ചിരിക്കണ്ടപ്പ കരയുന്നു. സോ ദ സെയിം വേ എങ്ങനെ ലൈക്ക് എന്റെ ലൈഫിൽ പരീക്ഷണങ്ങൾ വരും എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ആളുകൾക്ക് പരീക്ഷണങ്ങൾ വരും, പ്രതീക്ഷകൾ ഉണ്ടാവൂല. ഒന്ന് ചിരിക്കുമ്പോൾ അടുത്ത കരയുള്ള സാധനം ഉണ്ടാവും. ഇതൊക്കെയാണ് നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതിന് പറ്റിയൊരു എക്സാമ്പിൾ ആയിക്കാരം നിങ്ങളെ ലൈഫ് തന്നെ. നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു അതന്നെയാണ് നിങ്ങൾക്ക്. നിങ്ങൾ നിങ്ങളെ സൃഷ്ടാവിനെ പറ്റി എങ്ങനെ ചിന്തിക്കുന്നു അതാണ് നിങ്ങൾക്ക് നിങ്ങളെ സൃഷ്ടാവ്. ആക്ച്വലി ഈ സ്വർഗം നരകം റിയാലിറ്റിക്ക് ഒന്നും മരിച്ചു കൊണ്ടാണ് അതിൻ്റെ ഒരു ഫീൽ കിട്ടും. അതായത് മരിച്ചു പോയിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ മരിച്ചു പോണതിൻ്റെ മുമ്പ് തന്നെ ഇവിടെ സ്വർഗവും നരകമൊക്കെ ഉണ്ട്. എങ്ങനെ പഠിച്ചോനേന്ന് ചിന്തിക്കുമ്പോൾ ഓക്കിന് നരകാ വരുന്നത്, പിന്നെ ഒരു ജന്മത്ത് സ്വർഗത്ത് പോവോ? എനിക്കതൊക്കെ അതിൻ്റെ ഒരു സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു സംഭവം ഇത്രയും കാലത്ത് മനസ്സിലായിട്ടില്ല കേട്ടോ. അതായത് എൻ്റെ ഒക്കെ ചെറുപ്പത്തില് സത്യത്തിൽ നമ്മളിപ്പോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങള് എന്തെങ്കിലുമൊക്കെ ചെയ്യാത്ത അല്ലെങ്കിൽ കുരുത്തക്കേടൊക്കെ കാണിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് വരുന്ന ഒരു റിഫ്ലക്ഷൻ ടോക്ക് ഉണ്ട്. എന്താണെന്നറിയോ? അടങ്ങി നോട്ടാ പഠിച്ചോ നരകത്തിലിടും. അതൊന്നും ചെയ്യാൻ പാടില്ല, പഠിച്ചോ നരകത്തിലിടും. അപ്പൊ ഇന്റെ മനസ്സിൽ ഫുള്ള്, ഞാൻ ഇന്നലെ വീഡിയോ വെറുതെ ചെയ്തതല്ല, ഇന്റെ മനസ്സിൽ ഫുള്ള് പഠിച്ചോന്ന് പറയുമ്പോ നരകത്തിൽ ആരൊക്കെ വരും, അങ്ങോട്ട് വന്നിരിക്കും, അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് വന്നിരിക്കും. മറ്റേ ദുർഗുണ പരിഹാര പാഠശാലയിൽ നിന്നെ സംബന്ധിച്ചിടത്തോളം നരകം. അപ്പൊ ഇങ്ങനെ തീ, പാമ്പ്, പഴുതാര അതിൻ്റെ കൂടെ ഇല്ലാത്ത സാധനമല്ല. ഈ സാധനം അല്ലാത്തൊരു സംഭവം എന്റെ മൈൻഡിൽ ഇല്ല കേട്ടോ സത്യത്തില്. അപ്പം പഠിച്ചോൻ എന്ന് പറയുന്ന സമയത്ത് ഫുൾ നരകം, നരകമില്ലാത്തൊരു സംഭവേ ഇല്ല. പഠിച്ചോൻ എന്ന് പറയുമ്പോ ലൈക്ക് ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് അറിയണ്ടാവും, പഠിച്ചോനെ പേടി, പഠിച്ചോനെ പേടി, പഠിച്ചോനെ പേടി, പഠിച്ചോനെ പേടി. ഞാൻ കൗൺസിലിങ്ങിനെ ഇരുന്നിട്ട് എനിക്ക് ഈ സാധനം കേട്ട് പിരാന്തയിക്കുക. അതായത് ഞാൻ അങ്ങനെ വിചാരിക്കും, ഇതിന് മാത്രം പേടിക്കാൻ മാത്രം എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായി എന്നുള്ളത്. വലിയ ആൾക്കാർക്ക് സീനൊന്നും ഉണ്ടാവാറില്ല, പക്ഷെ ഇപ്പോഴത്തെ കുഞ്ഞു മക്കൾക്ക് ഇതൊക്കെ ഭയങ്കര ട്രോമയാണ്. കുറേ കുട്ടികളെ കണ്ടിട്ടുണ്ട്. ഇവരെ കൊണ്ട് ഒരിക്കലും ലൈക്ക് മെഡിസിൻ കൊണ്ട് പോലും നടക്കൂല എന്ന് വിചാരിച്ചിട്ടുള്ള കുറെ മക്കളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ല, ഡോക്ടേഴ്സ് പറഞ്ഞത്. കാരണം ദാറ്റ് മച്ച് അവർ ഹേർട്ടായി പോയിട്ടുള്ള കുഞ്ഞു മക്കൾ. കാരണം അവർക്കൊന്നും ഒരു ലിമിറ്റ് വിട്ട് ഡോസ് ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പം ഈ കുട്ടികളെ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഫുള്ള് ഞാൻ എൻ്റെ ഒരു ഇതിൽ തന്നെ ഞാനൊരു കുറച്ച് മക്കളെ മദ്രസ വരെ നിർത്തിയിട്ടുണ്ട്. എന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പോകുമ്പോ ഇത് ട്രിഗർ ആവുക. അതായത് മൊത്തം
കറക്റ്റായിട്ട് ഈ ഒരു പേടി ഭയങ്കരമായിട്ട് ടോക്സിസിറ്റി ഉള്ളിലേക്ക് കൊണ്ടുവച്ചിട്ട് ഒതന്റിക് വിഷം അങ്ങോട്ട് കുത്തി കയറ്റിയിട്ട് വല്ലാണ്ട് ഇല്ലാണ്ടായി പോകുന്ന കുറേ പേരെ കണ്ടിട്ടുണ്ട്, കുറേ കുട്ടികളെ. അത് സഫർ ചെയ്യുന്ന ഉമ്മമാര്, ഹോ, വീട്ടിൽ ഒരു കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഒരു കുട്ടി ഒന്നിക്കും പോവില്ല, വാഷ്റൂമിക്ക് പോവില്ല, അപ്പുറത്തെ റൂമിക്ക് പോവില്ല, കുട്ടികളൊപ്പം കളിക്കൂല. കാരണം ഞാൻ ഇപ്പൊ മരിച്ചു പോവും, ഒരു കാറ്റടിക്കുമ്പോക്കിനും ഞാൻ ഇപ്പൊ മരിച്ചു പോവോ, എന്നിട്ട് ഇന്നെ കബറിൽ കൊണ്ടുപോയിടുവോ, എന്നിട്ട് അവിടെ പാമ്പ് വരുമോ. അപ്പൊ ഇത് ഞാൻ ശരിക്കും കുറേ പ്രാവശ്യം കേട്ടതാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ ശരിക്കും ചിന്തിച്ചു പോയിട്ടുണ്ട്, വൈ ദിസ് മച്ച് ടോക്സിസിറ്റി, എന്തിനാ ഇങ്ങനത്തെ വിഷം കുത്തിക്കേറ്റുന്ന്. കാരണം അതായത് പഠിച്ചവന്റെ അത്യുത്കൃതമായ നാമങ്ങൾ, അത്രയും വലിയ നാമങ്ങൾ, അസ്മാഉൽ ഹുസ്ന ഫുള്ള് 99 നാമങ്ങളാ പഠിച്ചോൻക്ക് ഉണ്ടത്, പഠിച്ചോൻ പഠിപ്പിച്ചത്. ഈ 99 നാമങ്ങളിൽ എവിടെയെങ്കിലും ഞാൻ ക്രൂരനാണ്, ഞാൻ ദയയില്ലാത്തവനാണ്, ഞാൻ നരകത്ത് കിടുന്നവനാണ്, എന്നാ പിന്നെ അതാണ് പറഞ്ഞാൽ പോരായിരുന്നില്ലേ? അസ്മാഉൽ ഹുസ്നയിൽ എവിടെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ആൻഡ് ഖുർആനിൽ ഒരു സൂക്തമല്ലാത്ത ബാക്കി സകല സൂക്തങ്ങളും തുടങ്ങുന്നത് ബിസ്മില്ലയിലാണ്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. സകല സംഭവങ്ങളും ഒരു മുസ്ലിമിന് ആരംഭിക്കേണ്ടതും ബിസ്മി കൊണ്ടാണ്, അല്ലെ? എല്ലതും ബിസ്മി കൊണ്ടല്ലേ നമുക്ക് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ആരംഭിക്കേണ്ടത് ബിസ്മില്ലയിലാണ്. അപ്പൊ എന്താ ഈ ബിസ്മില്ല? അതും പഠിച്ചിട്ടുണ്ട്. ഏതാ ബിസ്മില്ല? പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഇപ്പൊ ആരപ്പ ഈ പരമകാരുണികൻ കരുണാനിധി? ഈ സാധനം കണ്ട് കേൾക്കുമ്പോ തന്നെ പടച്ചോൻ എന്ന് പറയുമ്പോ ഈ കോൺഷ്യസ്നെസ് ആണ് പോണെന്നുണ്ടെങ്കിൽ തീർന്നു, വേറൊന്നുമില്ല. ഇനിയിപ്പൊ അതില് ഇസ്ലാം കാര്യവും വേണ്ട, ഈമാൻ കാര്യവും വേണ്ട. ഇതല്ലേ ഒതന്റിക് മറ്റേ ടേം. അപ്പൊ ആ ടേം അവിടെ പറയണില്ല. അപ്പോ പരമകാരുണികനാണ്, കരുണാനിധിയാണ്. അത് ഒരു പ്രാവശ്യം പോലും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എങ്കില് ഫുള്ള് ഈ പറഞ്ഞ എന്താ ഫയർ തോട്ടുകള്, ഫുള്ള് നെഗറ്റീവ് തോട്ടുകൾ നിങ്ങൾക്ക് നിങ്ങളെ സൃഷ്ടി, ലൈക്ക് ഒരു പ്രാവശ്യം പോലും നിങ്ങൾ കണ്ട ഓർമ്മയില്ല, കണ്ടിട്ടുണ്ടാവും പക്ഷെ കണ്ട ഓർമ്മയില്ല. അതിന്റെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഫീൽ ചെയ്ത ഓർമ്മയില്ല, ഡയറക്റ്റ് വർത്താനം പറഞ്ഞ ഓർമ്മയില്ല. എന്നിട്ടും കൂടി അത്രമാത്രം ഹെയ്റ്റ് ആണ് ഉള്ളിൻ്റെ ഉള്ളിൽ, അത്രമാത്രം വെറുപ്പാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. അപ്പൊ പിന്നെ കണ്ട ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുന്നതിന് എന്തെങ്കിലും പറയാൻ പറ്റും? ഞാൻ നിനക്ക് ഇന്ന തെറ്റുകൾ തന്നില്ലേ, ഇന്ന പ്രശ്നങ്ങൾ തന്നില്ലേ എന്നൊന്നും നിങ്ങളുടെ അടുത്ത് വന്നില്ല. നോക്കുന്ന സമയത്ത് എത്ര അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടോ അത് കൗണ്ട് ചെയ്യാൻ പോലും വയ്യ, അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്തുള്ള അനുഗ്രഹങ്ങള്, അവിടുന്ന് ഫസ്റ്റ് ശ്വാസം എടുക്കാൻ പറ്റിയിട്ടുള്ള അനുഗ്രഹം, ഈ സകല കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് കൗണ്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ചിട്ടപ്പോ ഇത് നിർത്തുക? അങ്ങനെ നിർത്താൻ തന്നെ പറ്റൂല. ലൈക്ക് ഒരു APJയുടെ ഒരു കോട്ടില്ല, അതായത് ശാസ്ത്രം പഠിച്ചിട്ട് നിങ്ങൾ ഒരു ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു ശാസ്ത്രവും പഠിച്ചിട്ടില്ല എന്നുള്ളത്. എന്ന് പറയുമ്പോ ഒന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് നമ്മളെ ഫോണൊന്നും എടുത്തിട്ട് ഫ്രീ ആകുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ, നമ്മൾ ഫോണൊന്നും എടുക്കാം. എന്നിട്ട് ഇപ്പൊ എല്ലാവർക്കും സുഖസുന്ദരമായ സാധനം ChatGPT ആണല്ലോ, അതാകുമ്പോൾ ചോദിക്കണതൊക്കെ അതുപോലെ കിട്ടും. അപ്പൊ ChatGPTനോട് ചോദിക്കുക വെക്കാം, നമ്മളെ ഹോൾ ബോഡിയിലെ ഓർഗൻസ്, ആ ഓർഗൻസ് അങ്ങോട്ട് കേടായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര പൈസ കൊടുക്കേണ്ടി വരും? ഈ ജന്മല്ല 10,000 കോടി ജന്മം നിന്നാൽ ആ ഹോസ്പിറ്റൽ ബില്ല് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല, അല്ലെ? ഒരു ദിവസം വെന്റിലേറ്ററിൽ ഇരുന്നുള്ള അവസ്ഥ ആലോചിച്ചു, ഒരു ദിവസം. അപ്പൊ തറവാട് കുടുംബമാവുക മാത്രമല്ല, നാടൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഭൂമി തന്നെ ഉണ്ടാവില്ല ഒരു മനുഷ്യന് വേണ്ടിയിട്ട്. ഒരു മനുഷ്യന്റെ കടം തീർക്കാൻ വേണ്ടി ഈ ഭൂമി മൊത്തം ഉണ്ടാവില്ല. കാരണം വിറ്റ് 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 ലാസ്റ്റ് ഭൂമി ഒന്നാകെ കൊണ്ടുപോയി വിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും. അതും കഴിഞ്ഞ് ചന്ദ്രനും വിറ്റ് സകല നക്ഷത്രങ്ങളും വിറ്റ് കഴിഞ്ഞാലും ഒരു മനുഷ്യന് മാത്രം കിട്ടിയിട്ടുള്ള ഈ ജസ്റ്റ് ഫിസിക്കൽ ബോഡിയുടെ അനുഗ്രഹങ്ങൾ മാത്രം കൗണ്ട് ചെയ്താൽ നടക്കൂല. അനുഗ്രഹങ്ങൾ ലൈക്ക് എന്താ പറയാ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങളെ, എക്സ്പീരിയൻസുകളെ, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും കൗണ്ട് ചെയ്യാൻ പോകണ്ട. നിങ്ങളുടെ പാരന്റ്സിനെയോ അല്ലെങ്കിൽ അവിടുത്തെ ഒന്നിക്കും പോണ്ട. നിങ്ങൾക്ക് ഇത്രയും കാലം കിട്ടിയിട്ടുള്ള ഫുഡിനെ പോലും നിങ്ങൾ കൗണ്ട് ചെയ്യണ്ട. ജസ്റ്റ് ഈ ബോഡിയിലെ ഓർഗൻസിന് മാത്രം ഒരു വിലയിട്ടാൽ ആ വില എവിടെത്തും? ഇത് എപ്പോഴും പറയുന്ന പോലെ ഞാൻ പറഞ്ഞത് വെള്ളം തൊടാണ്ട് നിങ്ങൾ വീഴാണ്ട് അങ്ങനെ പോകണ്ടല്ലോ.
നിങ്ങൾക്ക് ഫോണുണ്ട്, നിങ്ങൾക്ക് ലാപ്പ് ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, ഈ ലോകത്തിലെ സകല സംവിധാനങ്ങളുണ്ട്. ഞാൻ വെള്ളം തൊടാതെ വിഴുങ്ങണം എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പോയി റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് അംഗീകരിച്ചാൽ മതി. എനിക്കൊരു നിർബന്ധമില്ല. ഞാനിവിടെ ആരും ബീറ്റ് ചെയ്യാൻ വന്നിരിക്കുവല്ല. സോ അത്രമാത്രം നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ, അത്രമാത്രം കാരുണ്യം നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ മോർണിംഗ് കഫേയിൽ ഇരിക്കുന്നവർക്ക് എന്തായാലും ജീവിതത്തിൽ കാരുണ്യം കിട്ടിയിട്ടില്ല എന്നുള്ള ഡയലോഗ് അടിക്കാൻ പറ്റില്ല. അത്രമാത്രം കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ അതിനെ ഏത് തലത്തിലാണ് കാണുന്നതെന്നൊന്ന് ആലോചിച്ച് വെക്കാം. സോ ആ കോൺഷ്യസ്നെസ് ഇല്ലാതെ പരമകാരുണികനും കരുണാനിധിയും നമ്മളെ ലൈഫിലേക്ക് വരില്ല. നിങ്ങൾ നന്ദി കാണിക്കുകയും നന്ദി കാണിക്കില്ലേ, അല്ലെ? അതായത് നമ്മൾ എന്തോ ഒരു സാധനം വാങ്ങിക്കൊടുത്ത പേരിൽ, അതായത് എന്തോ ഒരു സംഭവം നമ്മൾ കൊടുത്തു, അത് തിരിച്ചു കിട്ടാതിരിക്കുന്ന സമയത്ത് നമുക്ക് ആളുകളോട് ഒരു ദേഷ്യം ഉള്ളിനുള്ളിലെങ്കിലും തോന്നുന്നു, ഒരു വെറുപ്പ് എവിടെയെങ്കിലും ഫീൽ ചെയ്യുന്നു. ലൈക്ക് പണ്ടത്തെ കുറച്ച്, ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ലൈക്ക് ആരെന്തെങ്കിലും കല്യാണത്തിന് ഒരു മോതിരമൊക്കെ ഇട്ട് കൊടുക്കും, എന്നിട്ട് അപ്പുറത്തുള്ള ഈ വീട്ടിലത്തെ കല്യാണത്തിന് തിരിച്ച് മോതിരം ഇട്ടിട്ടില്ലെങ്കിൽ ഒരു കറുത്ത കുത്ത് അപ്പ അവിടെ കുത്തി മനസ്സിൽ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രമാത്രം അൺകൗണ്ടബിൾ ആയിട്ടുള്ള ബ്ലെസ്സിങ് നമുക്ക് കിട്ടിയിട്ട് ഇതിപ്പോ എനിക്കൊന്നും തന്നിയില്ല, എനിക്കൊന്നും കിട്ടിയില്ല, അവർക്കൊന്നും ഒക്കെ കിട്ടി, എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയാനൊരു ഇപ്പൊ ബേസിക്കലി നമുക്ക് വേണ്ടേ? അപ്പൊ അവിടെ എത്ര കുത്ത് വീഴുന്നു ആലോചിച്ച് നോക്കിയാൽ മതി. എന്നിട്ടും പറയുന്നു ഇവിടെ കുത്തൊന്നും വീഴൂല, നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി, കാരണം ഞാൻ കരുണക്കടല, എനിക്ക് പുറത്തു കൊടുക്കാനേ അറിയുള്ളൂ. നിങ്ങള് 10,000 കോടി മനുഷ്യന്മാരെ കൊന്ന ഒരാളാണെങ്കിൽ പോലും ഇങ്ങോട്ട് വന്നാ ഇവിടെ സ്ഥലമുണ്ട്, പക്ഷെ ഇങ്ങോട്ട് വരണം. വൈക്കന്നിട്ട് മുട്ടിയിട്ടില്ല ആയിരുന്നില്ല, മുട്ടൂല്ല ചിലവര്. അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കും, ഇപ്പൊ മുട്ടിയാ കുഴപ്പാവൂ, എന്നിട്ട് കേറാൻ മാത്രമൊക്കെ ഞാൻ ഉണ്ടോ? അങ്ങനത്തെ ഒരു സാധനം ഒന്നുമില്ല, അങ്ങോട്ട് കയറാൻ സ്പെഷ്യൽ പാസ് ഒന്നുമില്ല. അവിടെ ഒറ്റ പാസേ ഉള്ളൂ, വിചാരിക്കുന്നുണ്ടോ? ദാറ്റ്സ് ഫൈൻ. സോ എങ്ങനെ നീ എന്നെ കുറിച്ച് വിചാരിക്കുന്നു അത് നിനക്ക് ഞാനാകും എന്ന് പറയുമ്പോ എന്റെ റബ്ബ് കാരുണ്യക്കടലാണ് എന്നുള്ളത് മനസ്സിലേക്ക് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാല് കാരുണ്യമല്ലാത്തൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റൂല. എന്റെ റബ്ബ് പരീക്ഷണം തരുന്നവനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം വെളുത്ത് വൈകുന്നേരം വരെ ഡിമ്മന്ന് നീക്കാനും നേരം ഉണ്ടാവില്ല. ഫുൾ പരീക്ഷണം, ലോഡ് പരീക്ഷണം. എനിക്ക് ഒരു സന്തോഷം കിട്ടി അപ്പുറത്തിന്നെ സങ്കടം വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോ ഇറ്റ്സ് ഫൈൻ. നിങ്ങൾക്ക് എപ്പോ സങ്കടം കിട്ടി സന്തോഷം കിട്ടിയാലും അപ്പൊ എനിക്ക് അപ്പുറത്ത് അടി വന്നുകൊണ്ടിരിക്കും. എന്റെ കൈ ഭയങ്കര ഓട്ടക്കൈയാണ് എന്ന് പറയുമ്പോ എനിക്ക് പഠിച്ചവൻ എത്ര തന്നിട്ടും കാര്യമില്ല, 5 മിനിറ്റ് കൊണ്ട് എൻ്റെ അടുത്തൊക്കെ തീർന്നു പോകുന്നു പറയുമ്പോ നിങ്ങൾക്ക് അങ്ങനെ തന്നെ വരുള്ളൂ. സോ നിങ്ങൾ എന്താണ് റബ്ബിനെ കുറിച്ച് ചിന്തിക്കുന്നത്? അപ്പൊ സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ലൈക്ക് ഇവിടെ ഈ സെഷനിൽ എല്ലാവരും മുസ്ലിംസ് ആണ്, അധികം മോർണിംഗ് കഫേയിൽ ഞാൻ മുസ്ലിംസിനെ കണ്ടിട്ടുള്ളൂ. അപ്പം ഇനി ആരായി കഴിഞ്ഞാലും എല്ലാവർക്കും സാധനമൊക്കെ ഒന്ന് തന്നെയാണല്ലോ. ആരായി കഴിഞ്ഞാലും ഇനി പ്രകൃതി കൊടുത്ത അനുഗ്രഹങ്ങളായാലും പടച്ചോൻ കൊടുത്ത അനുഗ്രഹമായാലും സംഭവമൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ ആര് കൊടുക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് കുറച്ചും കൂടി നമുക്ക് നീഡഡ് ആണ്. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളെ ലൈഫിൽ ലൈക്ക് ഇന്ന മാൽ ഉസ്രി യുസ്ര തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പവുമുണ്ട്. അല്ലാണ്ട് എളുപ്പത്തോടൊപ്പം പ്രയാസമുണ്ട് ഇതെന്തീ പറഞ്ഞുകൂടായിരുന്നില്ല, ഇങ്ങോട്ട് ഇട്ടാൾക്ക് അങ്ങോട്ടും അറിയില്ലേ? ഇപ്പൊ പാല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുറിച്ചുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇടാനുള്ള ആൾ കറക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. അപ്പോ തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പവുമുണ്ട്. ഇന്ന മാൽ ഉസ്രി യുസ്ര. ആർക്കുണ്ട്? അങ്ങനെ വിശ്വസിക്കുന്നവനക്കുണ്ടല്ലോ, അതൊക്കെ എന്താ അല്ലെ? മരിച്ചു പോയി കഴിഞ്ഞാല് ഇവിടെ ഇനിയിപ്പൊ എന്തൊക്കെയൊക്കെ ഓക്കെ ഇറ്റ്സ് ഫൈൻ, ഇവിടെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായി ഓക്കെ, പക്ഷെ ഇതിനൊക്കെ എന്റെ റബ്ബ് എനിക്ക് അർഹമായ പ്രതിഫലം തരുന്നുണ്ട്. എനിക്ക് കിട്ടാത്തതൊക്കെ എനിക്ക് അവിടുന്ന് കിട്ടും, എനിക്ക് കിട്ടാത്ത സ്നേഹം വരെ എനിക്ക് റബ്ബ് അതിന് ഇരട്ടിക്ക് അവിടുന്ന് തരും എന്ന് ബോധമുള്ളവർക്ക് മാത്രല്ലേ മരിക്കുമ്പോ ഒരു സമാധാനമുള്ളൂ. ഹോപ്പ്, ഈ പ്രതീക്ഷ ഉള്ളത് സത്യത്തിൽ ആർക്കാ? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതീക്ഷ ഉണ്ട്. അല്ലാത്തവർക്ക് എന്താ കെയിനില്ല ഇതോടുകൂടെ? അല്ലാത്തവർക്ക് എന്ത് പ്രതീക്ഷയുള്ളത്? ഒരു
എത്തിസ്റ്റ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പഠിച്ചോനും ഇല്ല, നെക്സ്റ്റ് ആഫ്റ്റർ ലൈഫും ഇല്ല, ഒന്നുമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വൻ പരാജയത്തില. കാരണം ഈ ലൈഫോട് കൂടെ ഒരുടെ സകല പ്രതീക്ഷ അസ്തമിച്ചു. ഒന്നും അവർക്ക് വല്ലതും കിട്ടിയോ? അതും കിട്ടിയില്ല. ഒരിക്കട്ട് കിട്ടിയതും ഇല്ലെങ്കിട്ട് കിട്ടൂല. അറ്റ്ലീസ്റ്റ് ഇനി എനിക്ക് ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ പോലും ഇല്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹോപ്പാണ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. ഹോപ്പ്, പ്രതീക്ഷ. അപ്പോൾ പ്രതീക്ഷയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ആ പ്രതീക്ഷ നമുക്ക് ഇട്ട് തരുന്നവൻ ആരോ? എൻ്റെ റബ്ബിന്റെ ഖജനാവ് എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്ത്. കാരണം അവൻ കുൻ ഫയക്കുൻ, ബി ആൻഡ് ഇറ്റ് ഇസ്, അത് വേണമെന്ന് പറഞ്ഞതാവുന്നു. മറിയം ബീവിയുടെ വയറ്റില് ഈസാ നബി ഉള്ള സമയത്ത് മറിയം ബീവിക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചപ്പോ മറിയം ബീവി അന്തം വിട്ടു നോക്കി. കാരണം ഞാൻ ഒരു മോശമായ കൃത്യത്തിലും ഏർപ്പെട്ടിട്ടില്ല, ഒരു പുരുഷനും എന്നെ സ്പർശിച്ചിട്ടുമില്ല, അപ്പൊ എങ്ങനെ എനിക്കൊരു കുഞ്ഞുണ്ടാവും? അപ്പൊ അതിന് മാലാഖ പറഞ്ഞ മറുപടി ഉണ്ട്, നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞിനെ തരാന് പഠിച്ചോൻക്ക് നീ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇസ് ബി ആൻഡ് ഇറ്റ് ഇസ്. അവൻ അത് ആവണം, ഇത് ഉണ്ടാകണം എന്ന് വിചാരിക്കുന്നു, അതാകുന്നു. സോ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരുന്ന സമയത്ത് എപ്പോഴും പറയുന്ന പോലെ നമുക്കല്ലേ ഇത് പാറക്കെട്ട്, നമുക്കല്ലേ ഇത് ഇത്രയും വലിയ, ഇത് ഇത്രയും വലിയ പൈസ. അവൾ പഠിച്ചോനെ സംബന്ധിച്ചിടത്തോളം എന്താ, അത് നമ്മൾ ഗള്ളിവറിന്റെ യാത്രകളിൽ മോർണിംഗ് കഫേ പറഞ്ഞില്ലേ, പഠിച്ചോനെ സംബന്ധിച്ചിടത്തോളം അതാ പൈസ അതാ, അത്രേ ഉള്ളൂ. കാരണം ഈ ഖജനാവ് ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണ് 500ന്റെ നോട്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണ് 500 നോട്ട്. പഠിച്ചോനെ സംബന്ധിച്ച ജസ്റ്റ് ഒരു പേപ്പറാണ്. അത് ഒരിക്കലും കഴിയാത്ത ഖജനാവ് അല്ലെ. സംസം വെള്ളം നമ്മൾ എടുക്കുന്നിടത്തോളം കൂടുക എന്നല്ലേ പറഞ്ഞത്? എത്രത്തോളം നമ്മൾ സംസം വെള്ളം കോരുന്നു അത്രത്തോളം സംസമിന്റെ ഉറവകളും വരും. ഇത് തന്നെയാണ്, ലൈക്ക് ജസ്റ്റ് ഒന്ന് മെറ്റഫർ ആയിട്ട് സംസം കിണറിനെ ആലോചിച്ച് നോക്കിയാൽ മതി. സംസം കിണറിൽ എന്ത് സംഭവിക്കുന്നു? ഏതായിരുന്നു സംസം കിണർ? ഇസ്മായിൽ നബി കാലിട്ട് അടിക്കുന്നത് വരെ അവിടെ അങ്ങനത്തെ ഒരു ഉറവുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ കാണുന്ന ഈ ഗൾഫ് എന്ന് പറയുന്നത്, സൗദി എന്ന് പറയുന്നതൊക്കെ ഭയങ്കര മരുഭൂമിയായിരുന്നു. ആ മരുഭൂമിയിൽ കാലിട്ട് അടിച്ച ആ നിമിഷം മുതൽ ഇന്ന് 2026 ഫസ്റ്റത്തെ മോർണിംഗ് കഫേയിൽ നമ്മൾ ഇരിക്കുന്ന സമയം വരെ അത് നിറ കവിഞ്ഞൊഴുകാണ്. എത്രയെടുക്കുന്നു അത്രത്തോളം വരും, എത്രയെടുക്ക, ഒരിക്കലും വറ്റാത്ത കിണർ. ദാറ്റ് മച്ച് അത് വരുന്നുണ്ട് എങ്കിൽ പിന്നെ ഇപ്പൊ പഠിച്ചോന്റെ ഖജനാവിനെ പറ്റി ആർക്കും സംശയമുണ്ട്? അപ്പൊ അത് ആർക്കാ കിട്ടാത്തത്? കുറച്ച് തരുമോ? കിട്ടുമോ? കിട്ടൂല, കിട്ടൂല, കിട്ടൂല. അതിന്റെ കോൺഷ്യസ്നെസ് മാറ്റിയിട്ട്, ചിന്തിക്കുന്ന തലം മാറ്റിയിട്ട്, നിനക്കിപ്പോ തരാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ലല്ലോ പഠിച്ചോനെ. ലൈക്ക് നമ്മൾ എവിടെ കിടക്കുന്നു, പഠിച്ചോൻ എവിടെ കൊടുക്കുന്നു? ആ ബോധം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സത്യത്തിൽ നിൽക്കുന്നത് എവിടെയെന്നൊന്നും അറിയോ? ലൈക്ക് നമുക്ക് ഒരു ഫിനാൻസിന്റെ ഇഷ്യൂ വരുന്ന സമയത്ത്, ജസ്റ്റ് ഫിനാൻസ് എല്ലാവർക്കും ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് അത് കമ്പയർ ചെയ്യുന്നത്. മെജോറിറ്റിക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായത് അതുകൊണ്ട് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പഠിച്ചോനേക്കായി വലിയ ആൾക്കാരേക്കാൾ അപ്പുറത്തുള്ളവരൊക്കെ ഓരോ സമയം, ഓരോ സന്ദർഭം, ഓരോ അവസ്ഥ, അതൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ടാവുക. ആക്ച്വലി ഇതെല്ലാവർക്കും വാരിക്കോരി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുടെ മെന്റൽ ലൈക്ക് ആളുടെ ആ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ, അതിന്റെ വലുപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, പഠിച്ചവനേക്കായി വലിയവരെ നമുക്ക് ഭൂമിയിലുള്ള ആരൊക്കെ ആയിരിക്കും. അപ്പോ ആരാണത് എന്നുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മൾ എത്ര നിസ്സാര, നമ്മളൊന്നും ഒന്നും അല്ല എന്നുള്ള ഒരു ഫീല്. റബ്ബിന്റെ മുമ്പിൽ, റബ്ബ് എന്ന് പറയുമ്പോൾ മറ്റേ സെക്യൂരിറ്റി ഗാർഡ്, നരകത്തിന്റെ സെക്യൂരിറ്റി ഗാർഡായി ഇതൊന്നും കിട്ടൂല. കാരണം എന്താ, എൻ്റെ ആ വൈക്കന്നെ ഉണ്ട്, അത്രേ ഉള്ളൂ. സോ മുഖം തിരിക്കുന്നത്, തിരിഞ്ഞു കളയുന്നത് ഒക്കെ ഇത് ആരാന്നുള്ള ബോധം ഉണ്ടാവാത്തോണ്ടല്ലേ. സോ അറ്റ്ലീസ്റ്റ് ഈ ഒരു മോർണിംഗ് കഫെങ്കിലും നിങ്ങൾക്ക് ആ ഒരു റിയലൈസേഷൻ തരട്ടെ. ഇത് ആരാ? ഇത് പരമകാരുണികനും കരുണാനിധിയോ. പക്ഷെ ഇത് ഓതി പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, പക്ഷെ അതിന്റെ അർത്ഥം ഉൾക്കൊള്ളാൻ പഠിപ്പിച്ചില്ല. ഹൂഎവർ, അത് ആരായാലും, അത് ഇന്ന സ്പെസിഫിക് വ്യക്തി എന്നല്ല, ലോകത്തെ എല്ലായിടത്തും ഇങ്ങനെ തന്നെ. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. സോ ഇന്നത്തെ മോർണിംഗ് കഫേ നമുക്ക് ബിസ്മി കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്.
തുടങ്ങുന്നതും ബിസ്മി കൊണ്ടാണെങ്കിലും അവസാനിപ്പിക്കുന്നതും ബിസ്മി കൊണ്ടാ. സോ പരമകാരുണികനും കരുണാനിധിയും പരമമാണ്, എവർ ലാസ്റ്റിംഗ് ആ, ഗ്രേറ്റസ്റ്റ് ആ. ആ ദാറ്റ് മച്ച് അതിന്റെ റെസണൻസ് അലയടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാരുണ്യവാൻ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ആവണം, എങ്ങനെയാണ്? ആ കാരുണ്യത്തിന്റെ റിഫ്ലക്ഷൻ ആണ് ഒരു കുഞ്ഞിനെ കാണുമ്പോൾ നമുക്ക് പുഞ്ചിരിക്കാൻ വേണ്ടി തോന്നുന്നത്. അങ്ങനെ തോന്നണില്ല എങ്കിൽ നരകത്തിന്റെ കോൺഷ്യസ്നെസ് എപ്പോഴും കയറിയിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഭൂമിയിൽ ഇരിക്കുമ്പോ തന്നെ നരകവും സ്വർഗവും ഒക്കെ നമ്മൾ ആസ്വദിക്കുന്നില്ലേ? ഭൂമിയിൽ ഇരിക്കുമ്പോ തന്നെ. അതിനിപ്പോ പ്രത്യേകിച്ച് ഇന്ന് മരിച്ചോണമെന്നൊന്നുമില്ലല്ലോ. ഭൂമിയിൽ ഇരിക്കുമ്പോ തന്നെ നമ്മൾ നരകവും സ്വർഗം ആസ്വദിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എന്റെ റബ്ബ് എനിക്ക് സ്വർഗാണ് എന്നുള്ള ഫീല് വരുന്ന സമയത്ത് പിന്നെ എന്തിനാ റബ്ബ് ഉണ്ടാക്കിയൊരു സ്വർഗം? എന്റെ റബ്ബ് ഇറ്റ് സെൽഫ് എനിക്ക് സ്വർഗാണെങ്കിൽ പിന്നെ റബ്ബ് ഉണ്ടാക്കിയൊരു സ്വർഗത്തെ അല്ല നമ്മൾ സീക്ക് ചെയ്യുക, റബ്ബിനെയാ സീക്ക് ചെയ്യുക. ഒരിക്കൽ ഞാന് നമ്മള് പ്രീ ട്രെയിനിങ്ങിലാണോ എന്നല്ല, എവിടെയോ ഞാൻ ചോദിച്ചു, എനിക്ക് ഇനി ഓർമ്മയുണ്ട് ഇപ്പം, നിനക്ക് പഠിച്ചോനെയാണോ വേണ്ടി സ്വർഗത്തിനാണോ വേണ്ടി, നിങ്ങൾ എന്തിനാ പണിയെടുക്കുന്നത്? സ്വർഗത്തിന്, സൃഷ്ടിക്ക്. നോ. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് പറയുന്നത് റബ്ബിനെ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതല്ലേ? നിങ്ങൾക്ക് റബ്ബിനെയാണ് വേണ്ടെങ്കിൽ, ഇതെല്ലാം ഉണ്ടാക്കിയവനാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കൂ. സ്വർഗം ഈസ് എ റിവാർഡ്. പടച്ചവനെ വേണ്ടവർക്കുള്ള റിവാർഡാണ് സ്വർഗം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഞാൻ പറയാം. ഇപ്പൊ ഇവിടുന്ന് ആരെങ്കിലും പറയാണ് അംബാനീന്റെ ഏതെങ്കിലും ഒരു ഫേമിന്റെ എന്തോ ഒരു സാധനം അവർക്ക് കിട്ടിയെന്ന് പറയാം. അംബാനീന്റെ ഇപ്പൊ ലൈക്ക് വേൾഡിലെ ഏറ്റവും വലിയൊരു കോടീശ്വരനെ കണക്കാക്കുന്നു, അല്ലെങ്കിൽ ആരേലും ആയിക്കോട്ടെ. അപ്പൊ അവരുടെ ഒരു ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാളങ്ങളെ മനസ്സിൽ കണ്ടോളിയും. അപ്പൊ ഇവരുടെ ഓഹോ ഇവരുടെ വീട്ടിലേക്ക് എനിക്ക് ക്ഷണം കിട്ടി, ഇവരുടെ സ്ഥാപനത്തിന്റെ എത്രയും ഔട്ട്ലെറ്റുകൾ എന്റെ പേരിൽ എഴുതി തന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പവർ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ അടുത്ത് വന്ന് പറയുമ്പോ അപ്പൊ ഞാൻ അതിന് തിരിച്ച് മറുപടി പറയാണ്, ചെന്ന് പോടാ എങ്ങായി, അംബാനിന്റെ ഫ്രണ്ടാ. അംബാനിന്റെ ഫ്രണ്ട് എങ്കിൽ ഏതാ? അപ്പൊ എന്ന് പറഞ്ഞ സമയത്ത് ഇത്രയും ഔട്ട്ലെറ്റ് ഇട്ടിട്ട് എന്താ കാര്യം? മൂപ്പര് ഫ്രണ്ട് ആണെങ്കിൽ അപ്പൊ ഒന്നാമത് തരില്ലേ? മൂപ്പരാണ് എന്റെ എല്ലാം എങ്കില് അപ്പൊ അതിന്റെ ഡിഫറൻസ് ഒന്ന് ആലോചിച്ച് നോക്ക്. സിമ്പിൾ. എനിക്ക് ലുലുവിന്റെ ഒരു ഫ്രാഞ്ചൈസി എന്റെ പേരിൽ തന്നു, അല്ലെങ്കിൽ ലുലുന്ന് എനിക്കൊരു ഗിഫ്റ്റ് കൂപ്പൺ അടിച്ചു. ആ ഗിഫ്റ്റ് കൂപ്പൺ ഒരു 10 lakhന്റെ ഗിഫ്റ്റ് കൂപ്പൺ അടിച്ചു എന്ന് ഒരാള് ഭയങ്കര കാര്യത്തിൽ എനിക്കത് കിട്ടിയെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഷോ, യൂസുഫ് അലിന്റെ വീട്ടിലില്ല, ലൈക്ക് ഞാൻ യൂസുഫ് അലിന്റെ വീട്ടിൽ നിന്നാന്ന് പറയുമ്പോൾ ആളുടെ മൈൻഡ് ആകെ ഷിഫ്റ്റ് ആയി പോകൂലേ? അതായത് പിന്നെ അവന്റെ 10 ലക്ഷം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതായത് നമുക്ക് 10 ലക്ഷം കിട്ടിയാലും വേണ്ടിയില്ല. അപ്പൊ 10 ലക്ഷം ആണോ വേണ്ടി, യൂസുഫ് അലിനെയാണോ വേണ്ടിയത്? സത്യമല്ലേ ഞാൻ പറയുന്നത്? 10 ലക്ഷം ആണോ വേണ്ടി, യൂസുഫ് അലിനെയാണോ വേണ്ടി? യൂസുഫ് അലിനെ കിട്ടിയ പിന്നെ എന്തിനാ ഈ 10 ലക്ഷത്തെ ഒന്നാകെ കിട്ടൂലേ? അത്ര തന്നെ ഉള്ളൂ. അപ്പോ ഏതാണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോ സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുള്ള സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വർഗം സൃഷ്ടിച്ച സൃഷ്ടാവിനെ നമുക്ക് ഓർമ്മയില്ല എന്നാ. എങ്ങനെ? അമ്മായി മരിച്ചാൻ കാത്തൊക്കെ കട്ടിലൊയ്യാനെന്ന് അറിയില്ലേ? അങ്ങനെ തന്നെ. അതായത് അമ്മായി മരിച്ച കട്ടിലിട്ടല്ലാണ്ട് അമ്മായിനെ കിട്ടണമെന്നില്ലല്ലോ. അല്ലെങ്കിൽ എനിക്ക് ഉമ്മാനെ വേണ്ട, ഉമ്മാന്റെ സ്വത്ത് മതി. ഉമ്മ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉമ്മാന്റെ സ്വത്തൊക്കെ എനിക്ക് കിട്ടും, അതുകൊണ്ട് ഉമ്മ വേണ്ട, സ്വത്ത് മതി. ദിസ് മച്ച്. ചിലതൊക്കെ മാറ്റണം. അപ്പൊ ഇങ്ങനെ ചിലവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഹൃദയം പെടപെടാ പെടക്കുന്നുണ്ടാവും. ബട്ട് നല്ലതാ. ചിലതൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ബോധമൊക്കെ ഉണ്ടാവണം, നല്ലതാ. അപ്പൊ നമ്മൾ ആ അനുഗ്രഹത്തിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ ഒന്ന് ആലോചിച്ച് നോക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് എത്ര പേര് നമ്മളെ മനസ്സ്, ലൈക്ക് നമ്മൾ ഭൂമിയിലുള്ള സമയത്തിന് എത്ര പേര് നമ്മളുടെ അറിവിൽ മരിച്ചു പോയിട്ടുണ്ട്. അവരൊന്നിവിടെ വന്നിരുന്നെങ്കിൽ, ഒന്നത് കേട്ടിരുന്നെങ്കിൽ നമ്മൾ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ബട്ട് ദിസ് ഇസ് ദ റൈറ്റ് ടൈം ഫോർ യു. നിങ്ങൾക്കിത് റൈറ്റ് ടൈമാണ്, ഇത് നിങ്ങളുടെ റൈറ്റ് പ്ലേസ് ആണ്. വെറുതെ സൈഗോട്ട് ദിസ് ഇസ് യുവർ റൈറ്റ് ടൈം ആൻഡ് ദിസ് ഇസ് യുവർ റൈറ്റ് പ്ലേസ് എന്ന് വെറുതെ എഴുതാൻ എനിക്ക് പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല, നേരമില്ല. സോ ചില കാര്യങ്ങളെങ്കിലും നമുക്ക് മാറട്ടെ. സൃഷ്ടിയെ സീക്ക് ചെയ്യുന്നതിനപ്പുറത്തേക്ക് സൃഷ്ടാവിനെ സീക്ക് ചെയ്യുമ്പോൾ സൃഷ്ടിയൊക്കെ താനെ കിട്ടിക്കോളും.
ഈ റാബിഅത്തുൽ അദവിയ റളിയല്ലാഹുവിന്റെ ഒരു പ്രാർത്ഥന നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും വളരെ എല്ലായിടത്തും പറയുന്ന ഒരു പ്രാർത്ഥന. അതായത് സ്വർഗം സീക്ക് ചെയ്തിട്ടാണ് ഞാൻ വരുന്നുണ്ടെങ്കിൽ എന്നെ നീ നരകത്തിലിടണേ, അങ്ങനത്തെ ഒരു പ്രാർത്ഥനയുണ്ട്. സ്വർഗമാണ് ഞാൻ സീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നീ എന്നെ പിടിച്ച് നരകത്തിലിട്ടോ. അതൊരു കുറച്ച് ഹയർ സെൻസ് ആണ്, ദഹിക്കാൻ കുറച്ച് പണിയുണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വല്ലാണ്ട് അത് സ്ട്രെസ് ചെയ്ത് പറയാത്തത്. കാരണം എൻ്റെ സൃഷ്ടാവിനെ വേണ്ടാത്ത, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എൻ്റെ രക്ഷിതാവിന് എനിക്ക് വേണ്ടാത്ത അവൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സ്വർഗം അല്ലെ, സ്വർഗം എന്ന് പറയുന്നത് റബ്ബിന്റെ സൃഷ്ടിയാണല്ലോ, റബ്ബ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണല്ലോ. സോ ഇതാണ് എനിക്ക് വേണ്ടത്, നിന്നെ വേണ്ട എന്നുള്ള ഫീൽ ആണെങ്കിൽ നീ എന്നെ പിടിച്ച് നരകത്തിലിട്ടോ. ഇതൊരു പ്രാർത്ഥനയാണ്, അത് വല്ലാണ്ട് ഓവറായിട്ട് ഞാൻ ഇവിടെ പറയുന്നില്ല, അത് കുറച്ചും കൂടി ഡീപ്പ് ആൻഡ് ഡീപ്പസ്റ്റ് ലെവലാണ്, നമുക്ക് സ്പിരിച്വൽ മെന്ററിംഗിൽ അത് ഡിസ്കസ് ചെയ്യാം. സോ ഈ റമദാൻ നമുക്ക് പുതിയ പുതിയ ചില കാര്യങ്ങൾക്കുള്ള വഴി വെട്ടലാകണം, വഴി തുറക്കലാകണം. ഇവിടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങൾക്കുള്ളിൽ നിങ്ങൾ പഠിച്ച പാഠങ്ങളെ മറക്കുകയും പുതിയ പാഠങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ലേണിംഗ് ആൻഡ് അൺലേണിംഗ്, ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്, ലേണിംഗ് ആൻഡ് അൺലേണിംഗ്. ബട്ട് ഫോർ എ ബിഗിനർ അത് ഭയങ്കര ഹാർഡാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയും കേട്ട കുറേ സത്യങ്ങൾ അത് സത്യമല്ലായിരുന്നു എന്നുള്ള ഒരു ഫീലിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് ഇന്റേണൽ കോൺഫ്ലിക്റ്റുകൾ വളരെ കൂടുതലായിരിക്കും. ഭയങ്കരമായിട്ട് നമ്മൾ ഇറിറ്റേറ്റ് ആയി പോകും, ഭയങ്കരമായിട്ട് ഇടങ്ങാറായി പോകും. ഞാൻ മോർണിംഗ് കഫേന്റെ കാര്യമല്ല പറയുന്നത്, മോർണിംഗ് കഫേയിൽ അത്ര ഇറിറ്റേറ്റ് ചെയ്യാനൊന്നുമില്ല, ബട്ട് ചിലതൊക്കെ നമ്മളെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇറ്റ്സ് ടൈം 7:31 ആയി, ഞാൻ 7:30ക്ക് നിർത്തണം വിചാരിച്ചിരുന്നു. സോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്ന് മോർണിംഗ് കഫേയിൽ വന്നവർക്കും സ്പിരിച്വൽ മെന്ററിംഗിലുള്ളവർക്കും ഹെയർ ഡൈനാസ്റ്റിയിൽ എല്ലാവരും കൂടി ഉള്ള സ്ഥലമാണല്ലോ. ഇതിൽ നല്ല ആബ്സെന്റീസ് ഉണ്ട്, നല്ല റജന അത് നോട്ട് ചെയ്യണം, നല്ല ആബ്സെന്റീസ് ഉണ്ട്. സോ എല്ലാ ആളുകൾക്കും നമുക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യം, ലൈക്ക് ഇന്ന് എല്ലാവർക്കും കൂടി കോമൺ ആയിട്ടൊരു ടാസ്ക് തരികയാണ്. ആ ടാസ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എന്താണ് ഇത്രയും കാലം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിങ്ങളുടെ റഹ്മത്തുകൾ, നിങ്ങളുടെ ജീവിതത്തിന്റെ റഹ്മത്ത് ബാക്കിയുള്ളവരുടെ ജീവിതത്തൊക്കെ പോണ്ട, നിങ്ങളെ ജീവിതത്തിന്റെ റഹ്മത്ത് ഒന്ന് ജസ്റ്റ് മൈൻഡിലൂടെ ഒന്ന് കടന്നു പോട്ടെ. അതിനു വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. മിനിമം 10 മിനിറ്റ്. റമലാനിൽ ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ വയ്ക്കാത്തവരാണെങ്കിൽ നോമ്പ് എടുക്കണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. അല്ലേ, ഞാൻ പറയാൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? റമലാനില് ബാക്കിയുള്ളതൊക്കെ പോട്ടെ, ഇതായാലും ഇപ്പൊ റമലാൻ അല്ലൊക്കെ ധൈര്യമായിട്ട് പറയാം. റമലാനിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ പോയി വെള്ളം കുടിച്ചോളി, വേറെ ഒരു വകുപ്പുമില്ല. അപ്പോൾ ഈ ഒരു 10 മിനിറ്റ് ഇത്രയും കാലം നിങ്ങളെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സ് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് കാരുണ്യം, പടച്ചവന്റെ ആ കാരുണ്യം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ മൊമെന്റ്സ് നിങ്ങൾക്ക് അത് എഴുതുന്നതാണ് ബെസ്റ്റ്. 100% എഴുതുന്നതാണ് ബെസ്റ്റ്. പെയ്ഡ് ഉള്ളവർക്ക് ടാസ്ക് ഷുഡ് ബി റൈറ്റിംഗ്, എഴുതിയിട്ട് എനിക്കാരും അയക്കണ്ട, എഴുതിയാൽ മതി. അല്ലാത്തവർക്ക് എഴുതുന്നതാണ് ബെസ്റ്റ്, കാരണം അല്ലാത്തവർ എനിക്ക് അങ്ങനെ കമ്പൽ ചെയ്യാൻ പറ്റില്ല. എഴുതുന്നതാണ് എപ്പോഴും ബെസ്റ്റ്. ഫോണിൽ ടൈപ്പ് ചെയ്യാതെ ജസ്റ്റ് ഒരു പെന്നും ബുക്ക് കൊടുത്ത് എഴുതുക. ചിലതൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ. കുറേ ആൾക്കാർക്ക് ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കാലമായിട്ട് പെന്നും ബുക്കൊന്നും തൊടാത്തതുകൊണ്ട് ഫസ്റ്റ് എഴുതുമ്പോൾ നല്ല കൈ വേദനിക്കുന്നുണ്ട്. അതിനവിടെ കുറേ കേട്ടിക്കും. പക്ഷേ പേന കൊണ്ട് പഠിപ്പിച്ചവനായ നിന്റെ സൃഷ്ടാവിന്റെ നാമത്തിൽ എഴുതുമ്പോൾ കുറച്ച് പേന കൊണ്ട് എഴുതിക്കും. സോ ഓക്കെ അല്ലേ? അയ്യോ ഓക്കെ, സെറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. ഇതിലും കൂടുതൽ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സോ നമുക്ക് ഇന്നത്തെ സെഷന്റെ ഒരു ഫീഡ്ബാക്കിലേക്ക് പോവാം. ഇന്നത്തെ സെഷന്റെ ഒരു ഫീഡ്ബാക്ക് ഫസ്റ്റ് റംലാനാണ്. ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത്, ഫീഡ്ബാക്കിലേക്ക് പോകാന്ന് പറഞ്ഞ സമയത്ത് എപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഫീഡ്ബാക്ക് ഉറപ്പിക്കലാണ്. ഫീഡ്ബാക്ക് എനിക്ക് രോമാഞ്ചം ഉണ്ടാക്കുന്ന സ്ഥലം അല്ല. നല്ലത് പറയുമ്പോൾ എനിക്ക് രോമാഞ്ചമൊക്കെ ഉണ്ടാവും, വേറെ കാര്യം. പക്ഷെ അത് മാത്രമല്ല,
എന്താണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അതിനെ ഉറപ്പിക്കലാണ് ഫീഡ്ബാക്ക് സെഷൻ. സാധാരണ ഫീഡ്ബാക്ക് സെഷനിൽ, അതായത് മോർണിംഗ് കഫേയിൽ ഞാൻ അതിന്റെ റഷ്നെസ് കണ്ടിട്ടില്ല. അതല്ലാണ്ട് ഡീപ്പർ സെഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സെഷൻസ് ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്, കുറച്ച് മുമ്പാ, ഭയങ്കര ഡീപ്പറായിട്ട്. ആ സെഷൻസിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ പറയാതെ തന്നെ ഫീഡ്ബാക്ക് പറയാൻ ഒരു ഒഴുക്കായിരുന്നു. അതായത് നിർത്തി പോവാൻ സമ്മതിക്കൂല, അത്രയും പേർക്ക് ഫീഡ്ബാക്ക് പറയണമായിരുന്നു. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും അത് മനസ്സിലാക്കി. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സെഷനിലൊക്കെ ഞാൻ ഫീഡ്ബാക്ക് പറയട്ടു. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എന്ത് കിട്ടി എന്ന് എന്റെ വായ കൊണ്ട് ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊരു ഒരുപാട് ആളുകൾ ഇരിക്കുന്ന പ്ലേസാ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയതായിരിക്കൂല അപ്പുറത്തുള്ളവർക്ക് കിട്ടുക. അപ്പൊ നിങ്ങൾ ഇതും കൂടി പറയുന്ന സമയത്ത് അവർക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ആൻഡ് അവർക്കും കൂടി അത് ഉറപ്പിക്കാൻ കാരണമാവും. പിന്നെ കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം, ഇത് മോർണിംഗ് കഫേ ആണ്, ഇത് ഫ്രീയാ. ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പൈസക്കുള്ള ചെലവൊന്നുമില്ല. ഇവിടെ ആകെ നിങ്ങളുടെ ടൈം മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ. സോ എന്തായാലും നിങ്ങൾ ഇവിടെ വരുന്നവരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാർ നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടാവുമല്ലോ, അവരും കൂടി ഇവിടെ ഉണ്ടാവണേ എന്നുള്ള. ഇപ്പൊ നസീറ മാം പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, നസീറ മാമിന്റെ അണ്ടറിൽ നസീറ മാം ഇങ്ങനെ ഓരോ പ്രാവശ്യം ഓരോ ആൾക്കാരെ കൊണ്ടുവിടെ ഒന്ന് വന്നിരിക്കുന്നൊന്ന് കേക്ക്. അത് തരുന്ന ഒരു ലൈക്ക് ഒരാള് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങൾ ഒരു ബിൽഡിംഗ് പണിയാണ്. ഒരു ബിൽഡിംഗ് പണിയുന്ന സമയത്ത് ഒരാള് ഒറ്റക്ക് കല്ലും മണ്ണൊക്കെ ഇട്ടിട്ട് ഒരു ബിൽഡിംഗ് പണിയുന്നതിനേക്കാളും സ്മൂത്ത് ആയിരിക്കൂലേ എല്ലാരും കൂടി വേഗം പണിയെടുത്ത് തീർക്കുമ്പോ? അല്ലെ, നോമ്പിന് കിച്ചണിൽ ഒരാൾ ഒറ്റക്ക് കിടന്ന് കഷ്ടപ്പെടുന്നതിനേക്കാൾ സിമ്പിൾ ആയിരിക്കൂലേ കുറച്ച് പേര് സഹായിക്കാനുണ്ടെങ്കിൽ? ദ സെയിം വേ ഇതൊരു ഇന്റൻഷൻ കൊണ്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലേസ് ആണ്. സോ ഇവിടെ എത്ര ആളുകൾ വരുന്നോ അത്രമാത്രം എന്റെ കാര്യം മാത്രമല്ല സ്മൂത്ത് ആവുക, നിങ്ങളെ കാര്യം കൂടി സ്മൂത്ത് ആവും. അത് ഇപ്പോ കഴിഞ്ഞ ഒരു വീക്കായിട്ട് ഇവിടെയുള്ള ചില ആളുകൾക്ക് അത് ഭയങ്കരമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇവിടെ എന്ത് നല്ലത് സംഭവിച്ചാലും അവർക്ക് കിട്ടും. ഓപ്പോസിറ്റും അങ്ങനെ തന്നെയാണ്. ഇവിടെ ആളുകൾ കുറയാണ്, ഇവളുടെ ഇറിറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ മൊത്തമായിട്ട് ലൈഫും അങ്ങനെ ആയി പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നോട്ട് ഇൻ ദ ബാഡ് സെൻസ്, ഞാൻ ഇവിടുത്തെ കുറച്ച് പേരെ മാത്രം കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മോർണിംഗ് കഫേ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. പിന്നെ ഇന്നത്തെ മോർണിംഗ് കഫേ മുതൽ ആരാണ് മൈക്ക് ഓൺ ചെയ്തത്? ഇന്നത്തെ മോർണിംഗ് കഫേ മുതൽ സൈഗോട്ടിന്റെ യൂട്യൂബില് മോർണിംഗ് കഫേ അവൈലബിൾ ആയിരിക്കും, റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇന്നത്തെ മോർണിംഗ് കഫേ മുതൽ നിങ്ങൾ എല്ലാവരും ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് റെക്കോർഡിംഗ് കാണാം. ഇനി ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് വാച്ച് ചെയ്യണമെങ്കിൽ കാണാം. സൈഗോട്ടിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൈഗോട്ട് ഗ്ലോബൽ മൈൻഡ് ഹബ്ബ് എന്ന് അടിച്ചു നോക്കിയാൽ മതി. ഇന്നത്തെ ഇതിൽ ലിങ്ക് അയച്ചുതരാം, നിങ്ങളെ ഗ്രൂപ്പിൽ അയക്കാം, മോർണിംഗ് കഫേയുടെ കമ്മ്യൂണിറ്റിയിൽ അയക്കാം. കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾ ഇവിടെ കണക്ട് ചെയ്തത് അത് ത്രൂ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ ആരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊടുത്തോളൂ. നിങ്ങൾക്ക് പറ്റി നഷ്ടമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് ലാഭമല്ലാണ്ട് നഷ്ടമൊന്നും വരാനില്ലല്ലോ. സോ നെക്സ്റ്റ് ശനിയാഴ്ചയാണ് നെക്സ്റ്റ് മോർണിംഗ് കഫേ. അതിന്റെ മുമ്പായിട്ട് ഇന്നത്തെ സെഷന്റെ ഫീഡ്ബാക്ക് ഒന്ന് കേൾക്കണം എന്നുണ്ട്. ആരെങ്കിലും ആരും ഇല്ലേ? ആ തുറന്നോളി, പറയാനുള്ളവരൊക്കെ. ഹലോ, ആ ഞാനെന്നെ പറയാം ഫീഡ്ബാക്ക്. പറഞ്ഞോളി. പറഞ്ഞെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഞാൻ എന്റെ ജ്യേഷ്ഠത്തിന്റെ മകളെ ഇതിലേക്ക് കൊണ്ടുവന്ന് അവരോട് അടുത്ത് ഞാൻ ഇന്നലെ സംസാരിച്ചത്. അപ്പൊ അവര് വേണമെങ്കിൽ പറയായിരിക്കും, ഞാന് പറഞ്ഞിരുന്നു. ഇപ്പം നമ്മളോട് പഠിച്ചപ്പോ റഹ്മത്തിനെ പറ്റിയിട്ടാണല്ലോ ഇന്നത്തെ ക്ലാസ്. ഇപ്പൊ പഠിച്ചോ പറഞ്ഞ റഹ്മത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഈ കടല് മുഴുവൻ മഷിയായിട്ടും ഭൂമിയിലുള്ള മരങ്ങൾ മുഴുവനും പേനായിട്ട് ഉപയോഗിച്ചാലും എന്റെ റഹ്മത്ത് എഴുതിയാ തീരൂല എന്ന് പറഞ്ഞിരുന്നു. ഞാനിങ്ങനെ കടല് കാണുന്ന സമയത്തൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു, ഇത്രമാത്രം റഹ്മത്തുണ്ടോ പഠിച്ചോനെ എന്നുള്ളതൊരു ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ റിയലൈസ് ചെയ്യേണ്ടത് ശരിയാണ്, പഠിച്ചോന്റെ റഹ്മത്ത് എണ്ണിയാലൊടുങ്ങാത്ത റഹ്മത്തിനെ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ആ ഒരു കാര്യം ഇന്നലെ എന്റെ ജ്യേഷ്ഠത്തിന്റെ മകളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അവര് വേണമെങ്കിൽ പറയായിരിക്കും. അപ്പൊ എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നി. ഞാൻ ഇന്നലെ ആ ഒരു റഹ്മത്തിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ അവരുടെ അടുത്ത് സംസാരിച്ചതുമാണ്. ഇത്രയും ഞാൻ പറഞ്ഞില്ല, ഇത്രയും ഞാൻ ക്ലാസ്സുകളും വേറുള്ളതൊക്കെ കേട്ടിട്ടും ഈ ഒരു ക്ലാസ്സിൽ എത്തിയതിനു ശേഷമാണ് എനിക്ക് അതിന്റെ ആ ഉള്ളിലേക്കുള്ള ഒരു ഇന്റൻസിറ്റി ഇതോടെ എനിക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാനും, അതും പഠിച്ചവന്റെ റഹ്മത്തല്ലേ. ഇപ്പൊ ഞാൻ എന്റെ മോനിന്റെ മടിയിൽ ഇരിക്കണുണ്ട്, നമ്മ പറയും ഇവിടെ ഇരുന്നാ മതിയെന്ന്. അപ്പൊ ആ റഹ്മത്തിന്റെ ഇതാ കുട്ടിക്കും കിട്ടും എന്നുള്ള എല്ലാതും
എവിടെ പോയാലും എങ്ങനെ തിരിഞ്ഞാലും മറിഞ്ഞാലും ഒക്കെ റഹ്മത്താണെന്ന് മനസ്സിലാക്കാനുള്ള ഇപ്പൊ ഞാൻ പറയണതാണ്. കടൽ മുഴുവൻ മഷിയായാലും മരങ്ങൾ മുഴുവൻ പേന എഴുതിയാലും അള്ളാന്റെ റഹ്മത്ത് എഴുതിയാ തീരൂല എന്ന് പറയണത് പഠിച്ചവൻ പറഞ്ഞതല്ല. അതിപ്പോ ഇന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഓക്കെ, നെക്സ്റ്റ്. ആർക്കെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇത് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ക്ഷമ പറയുന്നില്ലേ? ഞാൻ പറയണെങ്കി പറയാം. ഞാൻ ഗ്രൂപ്പിൽ പറയാന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഗ്രൂപ്പിലല്ല, ഇവിടെയാണ് ഫീഡ്ബാക്ക്. ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ടൈമില് ഞാനൊക്കെ വിചാരിച്ചിരുന്നു, ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ചോദിച്ചു നിന്റെ പടച്ചോൻ തരൂല, അല്ലെങ്കിൽ പടച്ചോൻ എന്നെ മാത്രം കാണുന്നില്ല, അങ്ങനെ ഒരു തോട്ട് ഇതുവരെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ റമദാൻ വന്നതിന് ശേഷം, അതായത് ക്ലാസ് കയറുന്നതിന്റെ കുറച്ച് മുന്നൊക്കെ ആയിട്ട് ഇങ്ങനെ തോന്നി തുടങ്ങി, ഞാൻ ചോദിച്ചാൽ പടച്ചോൻ തരും. പടച്ചോനെക്കാട്ടിലും വലുതൊന്നും ദുനിയാവിലില്ല. അപ്പോ പടച്ചോന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പടച്ചോൻ തരും എന്നുള്ളത്. അപ്പൊ ഇൻഷാ അള്ളാ എനിക്ക് കിട്ടും ഞാൻ ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ട്. പടച്ചോനോട് പറയേണ്ട സമയത്തും ഞാൻ പറയല്, പടച്ചോനെ എനിക്ക് എന്തെങ്കിലും പൂർണ്ണ വിശ്വാസം ഉണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും ഈ അത്ഭുതം കാണിക്കും എനിക്ക് ഉറപ്പുണ്ട് എന്നാ പറയല്. അപ്പോ അത് എനിക്ക് ഭയങ്കര ഒരു മാറ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാല് എനിക്ക് ചുറ്റുമുള്ള കുറെ കാര്യങ്ങൾ ഏകദേശമൊക്കെ ഒന്ന് ഞാൻ മാമിന്റെ അടുത്ത് വന്ന സമയത്ത് മാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ തിരിഞ്ഞാൽ എന്റെ കൂടെ ഉള്ളതൊക്കെ തിരിയുന്നു. അത് അന്ന് എനിക്ക് വല്ലാണ്ട് കത്തിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി ചിലതൊക്കെ തിരിയുന്നുള്ളത്. അതെനിക്ക് ചേഞ്ച് ആയിട്ട് തോന്നി. അൽഹംദുലില്ലാ. ഓക്കെ, സോ ഇനി ആർക്കെങ്കിലും ഉണ്ടോ? അസ്സലാമലൈക്കും. പുതിയ ഞാൻ അല്ല, പറഞ്ഞോളെ. നസീറ പറഞ്ഞ പോലെ അവളെ ജ്യേഷ്ഠത്തിന്റെ മകളാണ് ഞാൻ. അവളെ പറഞ്ഞത് പ്രകാരമാണ് ഞാൻ ഇതിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ അവള് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല ക്ലാസ് ആണ്, പിന്നെ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ക്ലാസ് ആണ്, നിങ്ങൾ കേൾക്കേണ്ട ക്ലാസ് ക്ലിയർ ഇല്ല കേട്ടോ. ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. തോട്ടുണ്ടല്ലോ നമ്മളത് പറഞ്ഞത് കേട്ടില്ല, ആ, റിപ്പീറ്റ് ചെയ്യണ. ഇപ്പൊ കേട്ടോ. നസീറ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നിട്ടുള്ളത്. എന്റെ ഉമ്മാന്റെ അനിയത്തിയാണ് അവളെ, എളാമയാണ് എനിക്ക്. അപ്പൊ അവള് പറഞ്ഞു നിങ്ങൾക്ക് പറ്റിയ ക്ലാസ് ആണ്, പിന്നെ അതിലേ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കി, അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എനിക്ക് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരില്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ കുറച്ച് പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവസാന സമയത്ത് ഇപ്പോ റമദാന്റെ കുറച്ച് ദിവസം മുന്നേ ഞാൻ വിചാരിച്ചു, മാം പറഞ്ഞല്ലോ അതിന്റെ ഇടയിൽ പറഞ്ഞല്ലോ, നമ്മള് പൈസന്റെ ഒരു പ്രയാസം വരുന്ന സമയത്ത് പോലും നമ്മൾ എത്താം എന്നുള്ള നിയ്യത്ത് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ അത് റബ്ബ് അവിടെ എത്തിച്ചിരിക്കുന്നു. പക്ഷെ ഞാന് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിലും തലേന്ന് എന്തോ അള്ളാന്റെ അനുഗ്രഹം തന്നെ, റഹ്മത്ത് എന്ന് പറയുന്നത് ഇതുപോലെയാണെന്നുള്ളത്. കാരണം വെച്ചാൽ നസീറ പറഞ്ഞു എന്താ വെച്ചാല് താത്തന്റെ മോള് അതിൽ വന്നിട്ടില്ല, അങ്ങനെ ഞാൻ അതിൽ ജോയിൻ ചെയ്തു. ഇപ്പൊ അൽഹംദുലില്ലാ ഇപ്പൊ ഇന്നത്തെ മെഡിറ്റേഷൻ ആണെന്നുണ്ടെങ്കിലും, കാരണം വെച്ചാൽ ഞാൻ ആ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് മാം കണ്ടിരുന്നോ എനിക്കറിയില്ല, മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് എന്റെ കണ്ണെന്ന് അറിയാതെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് ദിവസമായിട്ടുള്ള, ഇപ്പൊ 3 ദിവസം, ഇപ്പൊ റമദാൻ 3, അതേപോലെ തന്നെ ഒരു മോർണിംഗ് കഫേ ആണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് എത്രത്തോളം എഫക്റ്റ് ആവും എന്നുള്ളത് ഇങ്ങനെ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എഫക്റ്റ് ആവുള്ളൂ. പക്ഷെ ഞാൻ അത്രത്തോളം എന്റെ ഹൃദയത്തിലേക്ക് ഞാൻ ചേർത്ത് എന്റെ അനുഗ്രഹത്തെ പറ്റി ചിന്തിച്ച്, പിന്നെ നമ്മളെ ഓർഗൻസിനെ പറ്റി ചിന്തിച്ച്, ആ മോർണിംഗ് കഫേന്റെ ആ മെഡിറ്റേഷന്റെ സമയത്ത് ചിന്തിച്ച് ഞാൻ തിരിച്ചു വന്ന സമയത്ത് എനിക്കിപ്പോ കിട്ടിയ അനുഗ്രഹങ്ങളെ പറ്റി ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞമ്മക്ക് നഷ്ടപ്പെട്ട് ഒരുപാട് നമ്മള് ഇപ്പൊ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സങ്കടപ്പെടും. അതേപോലെ തന്നെ ഈ സങ്കടം അപ്പൊ ഞാൻ വിചാരിക്കും, ഇന്നെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് റബ്ബ് ഓരോ മേഖല എനിക്ക് തരുമ്പോഴും പിന്നെ ആ മേഖല എനിക്ക് അതിജീവിക്കാനും അതിനെ റബ്ബിനെ കൂടുതൽ അടുത്ത മാം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, എന്താ നമ്മൾ അള്ളാനെ അറിയണം എന്നുണ്ടെങ്കിൽ, കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മള് സ്വന്തത്തിനോട് തന്നെ ചോദിച്ചു
പിന്നെ കൂടുതലൊന്നും ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് നിങ്ങളെ കൂടുതലൊന്നും അറിയൊന്നുമില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കി വരുന്നുള്ളൂ ട്ടാ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോ അങ്ങനെ ഓരോ ദിവസത്തെ ക്ലാസ് കേൾക്കുമ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിലേക്ക് പോവാൻ, ഞാൻ എൻ്റെ റബ്ബിനെ, മാം ഇന്നലെ ചോദിച്ചു, നമ്മള് കൂടുതൽ ചിന്തിക്കുന്ന ബാക്കോട്ട് ചിന്തിക്കുന്ന ആ ഒരു കാര്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സമയം. ഞാൻ ആരാ, ഞാൻ എന്താ, എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത്, ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ എനിക്കൊരു ലക്ഷ്യം, ഇപ്പൊ എനിക്കൊരു ഞാൻ റമദാന്റെ കുറച്ച് ദിവസം മുന്നേ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, എനിക്ക് ഖത്തം ഓതി തീർക്കല്ല വേണ്ടത്, പക്ഷെ എനിക്ക് എന്റെ റബ്ബിനെ അറിയാണ് വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഖുർആന്റെ തഫ്സീർ എടുത്തിട്ടാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ നസീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്, പിന്നെ മാം ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എങ്കിൽ കൂടിയിട്ട് ഞാൻ മനസ്സിലാക്കിയ എനിക്ക് എന്റെ റബ്ബിനെ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ഖുർആനിലേക്ക് ആഴ്ന്നിറങ്ങണം. അപ്പൊ ആ ആഴ്ന്നിറങ്ങണത് ഇതുപോലെ ഒരു സെഷൻ കൂടി കിട്ടിയപ്പോ എനിക്ക് ഒന്നും കൂടി എന്നെ മനസ്സിലാക്കാനും, എന്റെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കാനും, എന്റെ റബ്ബിനെ മനസ്സിലാക്കാനും, ഞാൻ എന്തിനാ ഭൂമിയിലേക്ക് വന്നത് എന്ന് മനസ്സിലാക്കാനും അൽഹംദുലില്ലാ സാധിച്ചിട്ടുണ്ട്. ഈ 3 ദിവസം കൊണ്ട് എനിക്കുണ്ടായ മാറ്റമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ഹൃദയത്തെ തൊട്ട് സങ്കടത്തോടും സന്തോഷത്തോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. അൽഹംദുലില്ലാ. ഓക്കെ, വെരി ഗുഡ്. എനിവൺ? പറയട്ടെ. ഓ, ഉമ്മി പറഞ്ഞാൽ ഞങ്ങള് മൂടൊക്കെ പോകും കേട്ടോ. ഞങ്ങക്ക് ഇതിന്റെ മീറ്റിംഗ് ഉള്ളതാ. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. മൂന്ന് ദിവസം, മൂന്നാമത്തെ ദിവസം, ഈ 3 ദിവസം എന്റെ ജീവിതത്തില് പറയാൻ പറ്റണില്ല. എന്റെ മനസ്സ് വളരെ ശാന്തമാണിപ്പോ. ഈ 3 ദിവസമായിട്ട് എപ്പോഴും ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. എനിക്ക് ഭയങ്കര സമാധാനമുണ്ട് എന്റെ മനസ്സിന്. എന്താണ് എനിക്ക് പറയണ്ടതെന്ന് അറിയില്ല. പറഞ്ഞതെല്ലാം എന്റെ ജീവിതത്തില് വളരെ അനുഭവമുള്ള കാര്യങ്ങളാണ്. പക്ഷെ പടച്ചവനിലേക്ക് ഇങ്ങനെ നമുക്കെല്ലാം അറിയാം. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ എഴുതാൻ പറഞ്ഞ എനിക്ക് തീരുമില്ല. പക്ഷെ എന്നാലും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചതും മനസ്സിലാക്കിയതും ഈ 3 ദിവസം എനിക്ക് ഇന്നും ഈ നിമിഷം വരെ ഒന്നും പറയാൻ പറ്റണില്ല. ഓക്കെ മാം, കുഴപ്പമില്ല. മാം മ്യൂട്ടാണ്, ഷഫിക മാം മ്യൂട്ടാണ് കേട്ടോ. ഓക്കെ, ഞാൻ എൻ്റെതായിട്ടുള്ളൊരു വേർഷനിൽ കൺക്ലൂഡ് ചെയ്യാം. ആളുകളൊക്കെ കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പറയാം. ആക്ച്വലി എൻ്റെ ഈ തോട്ട്സ് ഇത്രമാത്രം ഡൈവേർട്ട് ചെയ്യാൻ ഉമ്മി കാരണമായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഉമ്മിക്ക് അറിയോന്നറിയില്ല, അറിയാത്തവർക്ക് പറയാം, നൗസിൻ്റെ ഉമ്മയാണ് ഇത്രമാത്രം തോട്ട്സ് ഡൈവേർട്ട് ചെയ്യാൻ. അതായത് ഞാൻ കണ്ട പഠിച്ചോനൊന്നും അല്ല പഠിച്ചോൻ, ഞാൻ കണ്ട റസൂലൊന്നും അല്ല റസൂൽ എന്ന് പറയുന്നത്. അത് ആ തോട്ട്സ് എനിക്ക് ഡൈവേർട്ട് ആവാൻ അവരുടെ ഫാമിലി എനിക്ക് ഭയങ്കരമായിട്ട് കാരണമായിട്ടുണ്ട്. അപ്പം ഞാനത് മെന്റേഴ്സിൻ്റെ അടുത്തും പറയുമായിരുന്നു. അതായത് എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് ഫീൽ എന്ന് പറയുന്നത് ചെറുതൊന്നും അല്ല എന്നുള്ളത്. അപ്പം ഇന്ന് അവരും കൂടി ഉൾക്കൊണ്ടിട്ടൊരു മോർണിംഗ് കഫേ ചെയ്യാൻ വേണ്ടി പറ്റി എന്ന് പറയുന്നത് ലൈഫിൽ ഏറ്റവും വലിയ അനുഗ്രഹം, ഒന്നും പറയാനില്ല. സോ ഇപ്പൊ കൂടുതലൊന്നും പറയാല്ല. ലൈക്ക് ഇനിയിപ്പോ എന്തായാലും പറഞ്ഞാൽ ഇമോഷണൽ ആയി പോകും. ഓക്കെ, ഒരു മിനിറ്റ് മാം, വൈൻഡപ്പ് ചെയ്യരുത്. ഞാനൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ സുമയ്യ എന്ന് പറയുന്നത് ആരാണെന്നൊന്നും
പറയാൻ പറ്റുമോ ഈ സുമയ്യ ഏ സുമയ്യ 7172 എന്ന് പറയുന്ന അക്കൗണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഓ അങ്ങനെ. ജസ്റ്റ് ഒരു വോയിസ് ആയിട്ടോ അല്ലാതെ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടോ ചാറ്റ് ബോക്സിലോ ഒന്ന് ഇടുമോ?